ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ 101ാമത്തെ സെഷനാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ. ഇന്ന് അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് മൈൻഡ്ഫുൾനെസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കോഗ്നിഷൻ ഓർ മൈൻഡ്ഫുൾ കോഗ്നിഷൻ. തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് എന്ന തലത്തെ വളരെ കൃത്യമായി ജീവിതത്തിൽ ഒരു ചര്യയാക്കിയ വ്യക്തിയാണ് ഇളങ്കോ സാർ. അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ജീവിതവും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം ഒരുപോലെ കണക്റ്റഡ് ആക്കി ഉദാഹരണ സഹിതം നമുക്ക് അനേകം എക്സാമ്പിളുകളിലൂടെ അല്ലേ ഒക്കെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പല വശങ്ങൾ നമുക്ക് സാറ് നൽകാറുണ്ട്. അപ്പോൾ ഇന്ന് തീർച്ചയായും കോഗ്നിഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അകത്ത് തന്നെ ഇരിക്കുന്ന എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ഇവൻ്റാണ്. അപ്പോൾ ആ ഇവൻറ്റിനെ വളരെ കൃത്യമായി മൈൻഡ്ഫുൾനെസ്സിലൂടെ എങ്ങനെ കണക്ട് ചെയ്യാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇളങ്കോ സാറേയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, for giving me an opportunity, and good evening, everybody. Of course, okay, very nice. Hari Krishna sir, thank you. നമ്മൾ എപ്പോഴും ഈ മൈൻഡ്ഫുൾനെസ്സിനെ വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്ന രീതി തന്നെയാണ്. ബട്ട് ഐ ഓൾവേസ് ലുക്ക് അറ്റ് വിത്ത് മാഗ്നിഫൈയിങ് ഗ്ലാസ്. അത് മാത്രമേ ഉള്ളൂ. എങ്ങനെ നോക്കണമെന്ന് പറയുന്ന രീതി എനിക്ക് പറഞ്ഞു തന്ന ഗുരുവോ അല്ലെങ്കിൽ എൻ്റെ ലീഡറോ എന്നെ പറഞ്ഞു തന്നത്, വാച്ച് ഫോർ ഈച്ച് വേർഡ് വാട്ട് ഇറ്റ് മീൻസ്, വെൻ യു റീഡ് സെക്കൻഡ് ടൈം വാട്ട് ഇറ്റ് മീൻസ്, വെൻ യു റീഡ് തേർഡ് ടൈംസ് യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഈവൻ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ പ്രോവർബ് അല്ലെങ്കിൽ ഒരു അഡാഷനും കൂടെ ചേർത്ത് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ എൻ്റെ ഓഫീസിൽ ഒരു ആക്ടിനെ കണ്ടു. ഒരു ആക്ട് 1961 ആക്ടാണ് തോന്നുന്നത്. ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ ടൗൺ ആൻഡ് കൺട്രി ആക്ട് 1961 എന്ന്. ഞാൻ റിയലി ചിരിച്ചുപോയി. കൺട്രി ആക്ടോ? ഹൗ ക്യാൻ, അതിൽ ടൗൺ ആൻഡ് കൺട്രി ആക്ട് ഡാഷ് കേരള എന്നും കൂടെ ഉണ്ട്. ഹൗ കം കേരള ക്യാൻ മേക്ക് ആൻ ആക്ട് ആൻഡ് റൂൾ ഫോർ കൺട്രി എന്നാണ് ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഒരു 4 പേര് ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. അപ്പം അതിനകത്ത് അതിൻ്റെ തർജ്ജമ പറഞ്ഞിരിക്കുന്നത് നഗര ഗ്രാമ വികസനം ആക്ട് 1961 എന്നാണ്. അപ്പോൾ എൻ്റെ വൈസ് പ്രസിഡന്റ് എന്നെ കുറച്ചുകൂടെ ബോധ്യപ്പെടുത്തി. ഇളങ്കോ, കൺട്രി എന്ന് പറഞ്ഞാൽ ഇളങ്കോ ഉദ്ദേശിക്കുന്ന കൺട്രി അല്ല, ഈ കൺട്രി എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സ്ലാങ്ങിലും കളോക്കിയലും യു കൺട്രി മാൻ എന്ന് നമ്മൾ പറയുന്ന കൺട്രിയാണോ സാർ ഉദ്ദേശിച്ചത് ഞാൻ ചോദിച്ചു. അത്രയ്ക്കൊക്കെ പോകരുത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത്, വെൻ യു റീഡ് സെക്കൻഡ് ടൈം ആൻഡ് തേർഡ് ടൈം, വെൻ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അഗൈൻ ആൻഡ് അഗൈൻ, യു വിൽ റീച്ച് ടു എ ബെറ്റർ മീനിങ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കോഗ്നിഷൻ എന്നാണ്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അവിടെ I said that I am really interested to have more classes on mindfulness. എനിക്ക് തന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് മാത്രമായിരുന്നു. അപ്പം മെൻ്റൽ ഹെൽത്ത് ക്ലാസ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഭാഗമാണ് ടു മേക്ക് യു കാം, ടു മേക്ക് യു പീസ്ഫുൾ, ടു മേക്ക് യു ടു തിങ്ക് ആൻഡ് അനലിറ്റിക്കൽ ഏരിയ വെരി റൈറ്റ്ലി. യു ഷുഡ് ഹാവ് ഹാഡ് മൈൻഡ്ഫുൾനെസ് ഓൺ യുവർ ലൈഫ് എന്നൊക്കെ ഞാൻ പറഞ്ഞു വന്നപ്പം ഒരാൾ കൈവക്കിട്ട് പറഞ്ഞു, ഞങ്ങളുടെ 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു മൈൻഡ്ഫുൾനെസ്സിനകത്ത്. വെരി ഫണ്ടാസ്റ്റിക്. ഞാൻ ചെറിയതായിട്ട് ചോദിച്ചപ്പോൾ ആരും ഉത്തരം കറക്റ്റായിട്ട് പറയത്തില്ല. അപ്പം എന്തൊക്കെയാ, വാട്ട് വാസ് എൻ എക്സ്പീരിയൻഷ്യൽ മോഡ് വിച്ച് യു ആർ ഗോൺ ത്രൂ എന്ന് ചോദിച്ചപ്പം അവർ സിമ്പിളറായിട്ട് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനത്തെ മെഡിറ്റേഷൻ? കുറേ വീഡിയോസ് കാണിച്ച് ഒരു ലൈറ്റ് കത്തുന്നതിലിരുന്ന് പതുക്കെ ഇങ്ങനെ പോയത് മാത്രമാണ് കാണിച്ച്. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു സാർ. ഞാൻ പറഞ്ഞു, ഈസ് ഇറ്റ് മൈൻഡ്ഫുൾനെസ്സിനകത്ത് എന്തെങ്കിലും ഡെഫിനിഷൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ല, അങ്ങനെ ഒന്നുമല്ല. മെഡിറ്റേഷൻ ചെയ്താൽ അത് മൈൻഡ്ഫുൾനെസ് ആയിട്ട് മാറിക്കൊള്ളുമെന്ന്. ഓക്കെ, റൈറ്റ്, ഗുഡ് എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്,
എൻ്റെ മുമ്പിൽ 46 പേരുണ്ടായിരുന്നു. 46 പേരിൽ ഒരാൾ പോലും മൈൻഡ്ഫുൾനെസ്സിനെ കറക്റ്റായിട്ട് 46-ലെ 45 പേര് മൈൻഡ്ഫുൾനെസ് 3 ദിവസം സെഷൻസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. അത് മാത്രമല്ല, ദേ ആൾ ആർ അബവ് 35, ബിലോ 50. അപ്പോൾ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശേഷിയുള്ള ആൾക്കാരായിരുന്നു. സ്റ്റിൽ ദേ ഹാവ് നോട്ട് റിസീവ്ഡ് റൈറ്റ് മെസ്സേജ് എന്ന് തോന്നിയപ്പോഴാണ് ദെൻ ഐ സ്റ്റാർട്ടഡ് റീഡിങ് ബാക്ക് ടു മൈ ടോപ്പിക്സ്. ഞാൻ ഈ കൂടുതൽ മുകളിലോട്ട് വായിച്ചുകൊണ്ട് പോകുമ്പോഴും പല സമയങ്ങളിൽ ഐ കം ടു ബാക്ക് ടു ബേസിക്സ് എന്ന് ഒരു ലൈൻ ഞാൻ എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ റൂമിൽ. ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ അസ്ഥിവാരത്തിന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, അസ്ഥിവാരം എത്ര സ്ട്രോങ് എന്ന് മനസ്സിലാകുമ്പോഴാണ് വി ട്രൈ ടു ബിൽഡ് ആർ ഹൗസ് ആർ സംതിങ് ഓൺ ദ ടോപ്പ് ആൻഡ് ടോപ്പ്. അല്ലാതെ പല സമയങ്ങളിൽ നമ്മുടെ പ്രോബ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ റോങ്നെസ് ആയിരിക്കും. വി ആർ ബീൻ എവർ ആസ് ടു റൈറ്റ് സം എക്സാമിനേഷൻ. 8ാം ക്ലാസ് എഴുതി കഴിഞ്ഞാൽ അവൻ പാസ്സായി കഴിഞ്ഞാൽ 9, 8ൻ്റെ മറന്നേക്കും. 9 കഴിഞ്ഞാൽ 10, അത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ഡിഗ്രി എടുക്കും. ഡിഗ്രി കഴിഞ്ഞാൽ അവൻ PG എടുക്കും. പക്ഷേ അവൻ്റെ അടുത്ത് PG ചെയ്യുന്ന ഒരാളുടെ അടുത്ത് 8ാം ക്ലാസ്സിൻ്റെ ചോദ്യം, ഞാനൊരു സിമ്പിൾ ചോദ്യം പറഞ്ഞുതരാം. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, GMHR ആയിട്ട്. അപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് പഠിച്ച് ഫ്രഷറായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞ വാട്ട് ഈസ് സിമെന്റ്, CEMENT, വാട്ട് ഈസ് സിമെന്റ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വരെ ഞാൻ പ്രോബബ്ലി ഒരു 200+ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2 പേരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയും ബോണ്ടിങ് മെറ്റീരിയൽ. റൈറ്റ്, ഐ ഗിവ് യു 1.5 ഔട്ട് ഓഫ് 10 മാർക്സ്. ആൻഡ് നെക്സ്റ്റ് ആൻസർ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ്. ഇറ്റ്സ് എ ബോണ്ടിങ് മെറ്റീരിയൽ. ബട്ട് എനിക്ക് ബോണ്ടിങ് മെറ്റീരിയൽ എന്ന് എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ വീട് പണി ചെയ്തപ്പോൾ ചുമന്ന മണ്ണ് കൊണ്ടാണ് വീട് പണി ചെയ്തത്. അപ്പം ദാറ്റ് വാസ് എ ബോണ്ടിങ് മെറ്റീരിയൽ വിച്ച് കംസ്, ഐ എം ഗെറ്റിംഗ് വിഷ്വലൈസേഷൻ ഓൺ റെഡ് സോയിൽ. നൗ യു ടെൽ മീ ദാറ്റ് വാട്ട് ഈസ് സിമെന്റ്. ഇങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പിന്നെയും ചോദിക്കുമ്പോൾ പോലും ആൻസർ വരാറില്ല. റീസൺ ഈസ് വി വർ നോട്ട് മോർ കീൻ ടു ലേൺ വാട്ട് ഈസ് വാട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഈ കോഗ്നിഷനെ കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കാമെന്ന്. പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് എന്ന് നമ്മൾ പറയുന്നു. വാട്ട് ഈസ് ആക്ച്വലി മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ജോൺ കബട്സൺ എന്ന് പറയുന്ന ഇതിൻ്റെ മൈൻഡ്ഫുൾനെസ് കോയിൻ ചെയ്ത മാസ്റ്റർ പറഞ്ഞു തന്നത്, ക്യാൻസർ പേഷ്യൻസിന് പോലും ഞാൻ മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ആർ പ്രാക്ടീസ് ചെയ്തപ്പോൾ ക്യാൻസർ രോഗം ഒരുപാട് താഴ്ന്ന് അവൻ നോർമലൈസ് ആയി. അലോങ് വിത്ത് മെഡിക്കേഷൻ ഇല്ലാതല്ല, മെഡിക്കേഷൻ കൊടുത്തോണ്ടിരിക്കവേ കുറെ അങ്ങനെ സാമ്പിളിങ് എടുത്തതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ മെഡിക്കേഷൻ അലോൺ, കുറെ പേർക്ക് മെഡിക്കേഷൻ വിത്ത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് ഫാസ്റ്റർ ഫാസ്റ്റർ ഡിമിനിഷിങ് ഓഫ് ക്യാൻസർ സെൽസ് ഉണ്ടായിരുന്നു. ബട്ട് മറ്റുള്ളവർക്ക് അത്ര ആയില്ലായിരുന്നു. ദേവർ ഫീലിങ്സ് ആർ ദെയർ, they were suffering pain periodically. These people were relaxing from the pain എന്നാണ് ജോൺ കബട്സൺ എഴുതി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. Therefore, I declare hereby that mindfulness will help to come out of any distress and anxiety എന്നാണ് പുള്ളി തുടക്കം കുറിക്കുന്നത്. അപ്പം ഇതിനെ നോക്കുമ്പോൾ രണ്ടാമത് നമ്മളെല്ലാവരും മൈൻഡ്ഫുൾനെസ് എല്ലാവരും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാ പറഞ്ഞാൽ ടു ലിവ് ഇൻ എ ബെറ്റർ കണ്ടീഷൻ. അത് ആരും എന്നെ ഒപ്പോസിറ്റ് ചെയ്യും തോന്നില്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തത് 1976 അതിനു മുമ്പ് മൈൻഡ്ഫുൾനെസ് എന്ന ലൈൻ ഇല്ലായിരുന്നു. സംതിങ് എൽസ് ഇറ്റ് വാസ്. അന്നാണ് മെഡിറ്റേഷൻ, യോഗ എന്ത് വേണമെങ്കിലും പറയാമായിരുന്നു. ദെൻ നൗ ഒരു പ്രത്യേക ഏരിയയിൽ കൂടെ ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് കൊണ്ടു ചെല്ലാൻ ഉദ്ദേശിച്ചു. ദാറ്റ് ഈസ് സോ കാൾഡ് കോഗ്നിഷൻ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയാകാൻ ചാൻസ് ഉണ്ട്. കോഗ്നിഷൻ എന്നാണ് അതിനകത്ത് പറയുന്നത്. നമ്മളെല്ലാം ഈ കേരളീയർ അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. ബിക്കോസ് കേരളീയർ എന്ന് പറയുമ്പോൾ സംടൈംസ് ദേ മേ എക്സ്ക്ലൂഡ് മീ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർ COGNITION കോഗ്നിഷൻ എന്ന് പറയുന്നതിന് ആക്ച്വലി ഇംഗ്ലീഷ് പറയുന്നത് കഗ്നറ്റേഷൻ എന്നാണ് പറയുന്നത്.
എയുടെ മുകളിൽ 2 ഡോട്ട്, ജി. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, എന്റെ ഷെയറിംഗ് കിട്ടുന്നുണ്ടോ സാർ? ഉണ്ടല്ലോ, കാണാം. കാണാം. ഒരു സെക്കൻഡ് കൂടെ സാർ, ഞാൻ അതിനെ ക്ലിയർ ചെയ്തിട്ട് തരാം. യെസ്, ഓക്കെ. Now I will come to ഞാൻ സ്ലൈഡ്സ് ഒന്നും വലുതായിട്ട് പ്രിപ്പയർ ചെയ്തില്ല. ബിക്കോസ് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ഇതിനെ വായിച്ചുകൊണ്ടിരുന്നതിന് സാർ ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞതിന് ഇത് ഒന്നാണ്. ബട്ട് ഐ മേഡ് ഇറ്റ് ഇൻ ഓൺലി വേർഡ് ഫോം. ഫസ്റ്റ് ലെവലാണ്. ഞാൻ ആദ്യം വേർഡിലാണ് എഴുതുന്നത്. അത് കഴിഞ്ഞാണ് അത് കോപ്പി ചെയ്ത് PPT-ലാക്കിയിട്ട് ദെൻ തേർഡ് ലെവൽ ഈസ് ഡെക്കറേറ്റിംഗ് ആർ മേക്കിംഗ് സംതിങ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഹൗ ടു ഹാവ് കോഗ്നിഷൻ. ഞാൻ കോഗ്നിറ്റീവിനാണ് എടുത്തിരിക്കുന്നത്. കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് കോഗ്നാറ്റീവ് എന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ദ റൈറ്റ് വേർഡ് ഈസ് കോഗ്നിറ്റീവ്. ഓക്കെ, അപ്പം കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ സിമ്പിളറാണ്. എ മെന്റൽ പ്രോസസ്, സിമ്പിൾ, ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ബ്രെയിൻ. തലച്ചോറിനകത്താണ് സംഭവിക്കുന്നത്. ഇൻക്ലൂഡിങ് തിങ്കിങ്, അറ്റൻഷൻ, ലാംഗ്വേജ്, ലേണിംഗ്, മെമ്മറി, പെർസെപ്ഷൻ എറ്റ്സെട്ര കൂടെ വെച്ചോളുക. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ. ഇപ്പം ഒരാൾക്ക് കൊഗ്നിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സൈക്കോളജിസ്റ്റ് വെദർ ഹി ഹാസ് എമോഷൻ ആൻഡ് തോട്ട് സിങ്ക്രണൈസ്ഡ്, ദെൻ ഈസ് ഓൺ ലുക്കിംഗ്, എന്ന് പറഞ്ഞാൽ ഇൻടാക്ട്, ഇങ്ങനത്തെ ഒരു 4-5 ഫ്രൈസസ് അല്ലെങ്കിൽ ടെർമിനോളജി യൂസ് ചെയ്യാൻ പറയും. അതിനകത്ത് കോഗ്നിഷനെ കുറിച്ച് ഒരു ഏരിയ വരും. വെദർ ഹിസ് കോഗ്നിഷൻ ഇസ് ഓക്കെ ആർ നോട്ട്, ഓൺ ഓറിയന്റേഷൻ ഇസ് ഓക്കെ ആർ നോട്ട്. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയും, MSE. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ് ഓരോരോ പേഷ്യന്റും നമ്മൾ എടുക്കുന്നത്. ഇത് നോർമലി MSE വരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയിലാണ്. കൗൺസിലിംഗ് സൈക്കോളജി പറയാറില്ല. ക്ലിനിക്കൽ സൈക്കോളജി കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്ത ആൾക്കാർ ഫാസ്റ്ററായിട്ട് ഈ MSE മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനെ കുറിച്ച് റൈറ്റ്ലി മനസ്സിലാവും. ഒരു 4 പേജ് 20 പോയിന്റ്സ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യണം. അതിൽ 5 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ്റെ സ്ലീപ്പ്, ഓറിയന്റേഷൻ, ഫുഡ് ഇൻടേക്ക്, ദെൻ ഹിസ് ഐ കോണ്ടാക്ട്, ഇതൊക്കെ വരും. ഐ കോണ്ടാക്റ്റിലാണ് ഞാൻ ഇൻടാക്ട് എന്ന് എപ്പോഴും എഴുതുന്നത്. ഇഫ് ഈസ് ഓക്കെ ആർ എൽസ് ഈസ് നോട്ട് ഗിവിങ് കണക്ടിവിറ്റി, ദെൻ ഇൻടാക്ട് ഇല്ല എന്ന് ഞാൻ കാണിക്കും. അപ്പം ഇതിനകത്ത് പറയുന്നത് കോഗ്നിഷൻ എന്ന് ഒരു ഏരിയ ഉണ്ട്. കോഗ്നിഷൻ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ആക്ഷനും നമ്മുടെ കൈയോ കാലോ സംഭവിക്കുന്നതും നമ്മുടെ എൻവയോൺമെന്റിനും ഒന്നായിട്ട് സെയിം ലെവൽ, സെയിം പ്ലാൻ എന്ന് പറയും, സെയിം പ്ലെയിൻ, PLANE. അപ്പം 3 ഡയമെൻഷനിലൊക്കെ ഇവിടെ ഒരു പ്ലെയിൻ, ഇവിടെ ഒരു പ്ലെയിൻ, ഇവിടെ ഒരു പ്ലെയിൻ, 3 പ്ലെയിൻ ചേരുമ്പോഴാണ് വി ഗെറ്റ് 3 ഡയമെൻഷൻ. അപ്പോൾ ഒരു ഡയമെൻഷനിൽ ഉള്ള ഒരേ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നതും ആക്ഷൻ ചെയ്യുന്നതും ബാക്കിയുള്ളവർ കാണുന്നതും കേൾക്കുന്നതും ഒന്നാണെങ്കിൽ വി ആർ ഹാവിങ് റൈറ്റ് കോഗ്നിഷൻ. അതാണ് സിമ്പിളറായിട്ട് പറഞ്ഞാൽ. അല്ലെങ്കിൽ അടുത്ത ലൈൻ പറഞ്ഞിരിക്കുന്നത് ദ മെന്റൽ ആക്ഷൻ ആർ പ്രോസസ് ഓഫ് അക്യൂറിംഗ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ തോട്ട്, എക്സ്പീരിയൻസ് ആൻഡ് സെൻസ്. നമ്മൾ നോളജ് അക്യൂർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെന്റൽ ആക്ഷൻ ആണ്. നോളജ് അക്യൂർ ചെയ്യുന്നത് അത് എക്സ്പീരിയൻസിൽ കൂടെയോ സെൻസിൽ കൂടെയോ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ കൂടെയോ നമ്മൾ മനസ്സിലാക്കി ആ നോളജിന് ആ മനസ്സിലാക്കിയത് അക്യൂർ ചെയ്താൽ ദാറ്റ് ഈസ് സെഡ് ടു ബി റൈറ്റ് കോഗ്നിഷൻ. ബിക്കോസ് നമ്മൾ എപ്പോഴും കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊഗ്നിഷനെ കുറിച്ച് അറിയാം. ബട്ട് വാട്ട് ഈസ് കൊഗ്നിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വെരി ബേസിക് ഈവൻ ഐ ഹാവ് ഫോർഗോട്ടൺ മെനി ടൈംസ്.
because I try to forget. Reason is, then only I can go to basics. Or ഈ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഞാൻ പഠിപ്പിക്കുന്നതും ഞാൻ എന്നും പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലും ബിഗിനേഴ്സ് മൈൻഡ് എന്നൊരു സാധനമുണ്ട്. ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ഓൾവേസ് തിങ്ക് അഫ്രഷ് ദാറ്റ് ടിൽ യെസ്റ്റർഡേ or till last moment I am unaware. ആ രീതിക്ക് വായിക്കണമെങ്കിൽ പല സമയങ്ങളിൽ നമ്മൾ സ്കിപ്പ് ചെയ്താൽ മാത്രമേ ഒന്നുകൂടെ വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ ഐ ഗെറ്റ് സം മോർ ഐഡിയ. അപ്പോൾ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ബീയിങ് കോൺഷ്യസ് വിത്ത് മെന്റൽ ആക്ഷൻ. ബീയിങ് കോൺഷ്യസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റീസ്. ആ മെന്റൽ ആക്ടിവിറ്റീസ് എന്താണ്? തിങ്കിങ്, റിമെമ്പറിങ്, റീസണിങ്, ഇമാജിനിങ്, ലേണിംഗ് വേർഡ്സ്, യൂസിങ് ലാംഗ്വേജ്. ഇതാണ് കോഗ്നിറ്റീവ് ബിഹേവിയറിലോട്ട്. അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഹാബിറ്റിന് നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകുമ്പോൾ ബിഹേവിയർ എന്ന് നമ്മൾ പറയും. അത് വേണ്ട. ഞാനിപ്പോൾ കോഗ്നിഷന് മാത്രമാണ് ഫസ്റ്റ് ലെവലിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരുന്നത്. കോഗ്നിറ്റീവ് ഈസ് ബീയിങ് കോൺഷ്യസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് തിങ്കിങ്, റീസണിങ്, റിമെമ്പറിങ്, ഇമാജിനിങ്, ലേണിംഗ് വേർഡ്സ് ആർ യൂസിങ് ലാംഗ്വേജ്. ഇതാണ് കോഗ്നിഷൻ. അപ്പൊ കൊഗ്നിഷന്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊഗ്നിഷന്റെ എക്സാമ്പിൾ പേയിങ് അറ്റൻഷൻ ടു സംതിങ് ഇൻ ദ എൻവയോൺമെന്റ്, ദാറ്റ് ഈസ് ലേണിംഗ് സംതിങ് ന്യൂ, മേക്കിംഗ് ഡിസിഷൻസ്, പ്രോസസിംഗ് ലാംഗ്വേജ്, സെൻസിങ് ആൻഡ് പെർസീവിംഗ് എൻവയോൺമെന്റൽ സ്റ്റിമുലി, സോൾവിംഗ് പ്രോബ്ലംസ് ആൻഡ് യൂസിംഗ് മെമ്മറി. ഇത് ഈ എക്സാമ്പിൾ ഞാൻ എന്തുകൊണ്ട് കൊണ്ടുവന്ന് പറയാം, സൈക്കോളജിയിൽ ഇങ്ങനത്തെ എക്സാമ്പിളാണ് കോഗ്നിറ്റീവില് മീൻസ് ഈ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചതിൻ്റെ ഞാൻ ഹയർ ഓർഡറാണ് എടുത്തിരിക്കുന്നത്. വെരി ബേസിക് അല്ല. വെരി ബേസിക് ഞാൻ മുകളിൽ കോഗ്നിഷന് എടുത്ത്, കോഗ്നിറ്റീവിന് എടുത്തത് ലിറ്റിൽ ഓൺ ഹയർ ഓർഡർ. അപ്പോൾ ഹയർ ഓർഡർ എടുത്തപ്പം പ്രോസസിങ് ലാംഗ്വേജ് ഈസ് ആൾസോ എൻ കോഗ്നിറ്റീവ്, മേക്കിംഗ് ഡിസിഷൻ ഈസ് ആൾസോ എൻ കോഗ്നിറ്റീവ്, ലേണിംഗ് സംതിങ് ന്യൂ ആൾസോ ഈസ് കോഗ്നിറ്റീവ്, perceiving environmental stimuli also in cognitive, solving the problems also in cognitive, using the memory also cognitive. അപ്പോൾ കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളറായിട്ട് നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് റിമെമ്പറിങ്, റീസണിങ്, ഇമാജിനിങ്, ലേണിംഗ് വേർഡ്സ് മാത്രമല്ല. When you go next step, it is processing, decision making, problem solving. ഈ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, യൂസിങ് മെമ്മറി, പ്രോസസിങ് ലാംഗ്വേജ് എന്ന് പറയുന്നതെല്ലാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ 10 ലൈഫ് സ്കിൽസിനകത്ത് കൊള്ളുന്നതാണ്. വൈ ലൈഫ് സ്കിൽസ് മീൻസ് മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുമ്പോൾ വൈ ആർ വി ടീച്ചിങ് ദിസ് 10 ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നതിന്റെ ഏരിയ ഇവിടെയാണ് വരുന്നത്. സോ life skills become part and parcel of mindfulness. How? This is a way. Mindfulness-നകത്ത് decision making വേണം, problem solving വേണം, processing വേണം, using memory വേണം, and environmental stimuli വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനാണ് 10 life skills എന്ന് പറയുന്നത്. സെൽഫ് അവയർനെസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, effective communication, empathy. Then problem solving, decision making, creative thinking, critical thinking എട്ടെണ്ണായി. ഇനിയുള്ള 2 എണ്ണമാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സും കോപ്പിംഗ് വിത്ത് എമോഷനും. ഈ 10 ഈ 10 സ്കിൽസ് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ് ഓഫ് നൗ ഡിക്ലെയർഡ് ലൈഫ് സ്കിൽസ്. ഈ ലൈഫ് സ്കിൽസിനെ നമ്മൾ കോഗ്നിഷൻ കറക്റ്റ് ആയിരുന്നാൽ ആൾമോസ്റ്റ് ഈ ലൈഫ് സ്കിൽസ് എല്ലാം ക്ലിയർ ആകും. ഇതിനകത്ത് അടുത്ത പിക്ചർ ക്യൂ എക്സ്പ്ലനേഷൻ ആണ്. ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, ലാംഗ്വേജ്, ലേണിംഗ്, ദെൻ മെമ്മറി, പെർസെപ്ഷൻ, തോട്ട്, ഇതെല്ലാം കോഗ്നിറ്റീവ് പ്രോസസ് എന്നാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ ദ എമർജൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി എപ്പോഴും എന്ന് പറഞ്ഞാൽ 1967 ഫസ്റ്റ് ടൈം ഒരു ബുക്ക് പബ്ലിഷ് ആകുന്നത്. ആ സമയത്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് ഒരു വേർഡ് പോലും കൊണ്ടുവരുന്നത്. On the earliest definition of cognition was presented in the first textbook of cognitive psychology was published in 1967. അതിനകത്ത് അൾറിക് നീസർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ് ഈ ബുക്കിന്റെ
കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ ബുക്കിന്റെ ആഥർ, അദ്ദേഹം പറഞ്ഞതാണ്, കൊഗ്നിഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് the sensory input is transformed, further reduced, and further elaborated in case if we needed, stored, recovered, and used. വളരെ സിമ്പിളറാണ്. അകത്ത് സ്റ്റോർ ചെയ്യുക, അതിന് ചുരുക്കി എന്താ പറയാ കൺസൈസ് ആക്കുക, ആവശ്യമാണെങ്കിൽ എലോബറേറ്റ് ചെയ്യുക, അവിടെ വെച്ചിട്ട് പിന്നെ എപ്പോഴൊക്കെ ആവശ്യമോ അപ്പോഴെല്ലാം റൈറ്റ് മോഡിൽ തിരിച്ച് എടുക്കുക എന്നാണ് ഇദ്ദേഹം കൊഗ്നിഷന്റെ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, വാട്ട് ഈസ് കൊഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ അൾറിക് നീസർ ഇതാണ് വേർഡ് എന്ന് പറഞ്ഞാൽ 1967. വാട്ട് ക്യാൻ അഫക്ട് cognitive process എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് important to remember that cognitive process are complex, often imperfect. അറിയാൽ ഇന്ന് വരെ റൈറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലതാണെന്നാണ് ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഇന്ന് അസോൺ ഡേറ്റും കൊഗ്നിഷനെ പെർഫെക്റ്റ്ലി ആരും ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. മേ ബി സംതിങ് റോങ്. സം ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ആർ ഇൻഫ്ലുവൻസ് കൊഗ്നിഷൻ ഇൻക്ലൂഡ് ഏജ്. വയസ്സാകുന്നവരും ഓരോരുത്തർക്കും ഡെമൻഷ്യ വരും. വയസ്സാകുന്നവരും ഓരോരുത്തർക്കും അവരുടെ റിട്രീവിംഗ് ലെവൽ ഫ്രം ദ ബ്രെയിൻ ടൈം ലാഗ് വരും. ഇങ്ങനെയാണ് കൊഗ്നിഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് കൊഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പം കൊഗ്നിഷൻ ഒരു യങ്സ്റ്ററിനെ ഫാസ്റ്ററായിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു 75 കഴിഞ്ഞ ആൾക്ക് കുറച്ചുകൂടെ സ്ലോവർ ആയിരിക്കും. ഒരു 85 കഴിഞ്ഞ ആൾക്ക് കുറച്ചുകൂടെ ഫർദർ സ്ലോവർ ആയിരിക്കാം. 100 വയസ്സ് ക്രോസ് ചെയ്ത ആൾക്ക് കുറച്ചുകൂടെ സ്ലോവർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് 100% അങ്ങനെ തന്നെയാണെന്ന് ആരും പറയത്തില്ല. Yes, there are innumerous persons, genius who can recognize or immediately retrieve it faster than youngsters. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ചെയ്യണം. If you memorize with index, it can be retrieved faster. If you memorize in a haphazard manner, ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരുപാട് ഫോട്ടോസ് എടുത്ത് പലതും എവിടെയൊക്കെയോ ഉണ്ട്. ഞാൻ ഇന്ന് ഒരു ഫോട്ടോ പുറത്ത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചപ്പോൾ ആ ഫോട്ടോ കാണാതെ കൊണ്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ നെറ്റിലിരുന്നാണ് എടുത്തത്. ഒരു ചെറിയൊരു പ്രോസസ്. ഓക്കെ സാർ. അപ്പം ഇങ്ങനെ ഉള്ളതിന് ഏജ് ഉണ്ട്. ദെൻ അറ്റൻഷൻ ഇഷ്യൂസ്. അറ്റൻഷൻ ഇഷ്യൂസ് എന്ന് പറയുന്ന സെലക്റ്റീവ് അറ്റൻഷൻ. വാട്ട് ഈസ് സെലക്റ്റീവ് അറ്റൻഷൻ? ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് സെലക്റ്റീവ് അറ്റൻഷൻ? ഫോക്കസ്ഡ് എന്നാണോ? യെസ് സാർ. ഫോക്കസ്ഡ്. യെസ് സാർ, വെരി പെർഫെക്റ്റ്. ഞാൻ അതും കൂടെ ഒന്ന് ഒരു സെക്കൻഡ് വൈറസ് സെലക്റ്റീവ് അറ്റൻഷൻ എവിടെയോ എടുത്തു വെച്ചത്. യാ സാർ ഷെയർ ചെയ്തിരിക്കും അല്ലേ? ഷെയറിങ് ഞാൻ ഇപ്പം ചെയ്യാം സാർ. ഷെയറിങ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ അത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടാണ് തുറക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ വിട്ടുപോയി. ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. എത്ര പേര് ഒരു വൈറ്റ് മെൻ പാസിംഗ് ദ ബോൾ, എത്ര ബോൾ എന്ന് ഗെയിം കണ്ടിട്ടുണ്ടോ? യാ, ദിസ് ഇസ് എ ഗെയിം. സാർ സ്ക്രീൻ ഷെയർഡ് അല്ലേ? ഷെയർ ചെയ്തിരിക്കുക. അത് മാറ്റിക്കോളൂ എന്നിട്ട്. ഇല്ല സാർ, ഞാനിപ്പം ഒരു മിനിറ്റ് സ്റ്റോപ്പ് ഷെയറിങ്. ഓക്കെ. ഞാനത് ഒന്ന് എടുത്തിട്ട് തരാം സാർ. ഒരു സെക്കൻഡ്. അത് കിട്ടുന്നില്ല സാർ. ഞാൻ ഒന്നുകൂടെ കുറെ കഴിഞ്ഞിട്ട് ചെയ്തുതരാം. ഐ വിൽ ഷോ ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ്. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഗെയിം, നല്ലൊരു ഗെയിം ഞാൻ പിക്കപ്പ് ചെയ്തിരുന്നു.
I will show you when time permits. Okay. അപ്പോൾ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. സെലക്റ്റീവ് അറ്റൻഷൻ ഈസ് ലിമിറ്റഡ് റിസോഴ്സ്. So there are number of things that can make it difficult to focus on everything in your environment. Attentional blink, for example, happens when you are so focused on one thing that you completely miss something else happening right in front of you. നമ്മുടെ മുമ്പിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു ഫ്രഷർ, അറിയാം, വലിയ പ്രാക്ടീസ് ഇല്ലാത്ത ആൾ വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം സ്റ്റീരിങ്ങിന് സ്ട്രോങ്ങർ ആയിട്ട് പിടിച്ചോണ്ടിരിക്കും. കാല് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് മാത്രമേ നോക്കുള്ളൂ. സൈഡിലുള്ള ബിൽഡിങ്ങിന് പുതിയ ഒരു 5 പേര് നിന്നാൽ പോലും അദ്ദേഹം നോക്കിയില്ല. അത് ബിക്കോസ് ഓഫ് സെലക്റ്റീവ് അറ്റൻഷൻ. അങ്ങനെയാണെന്ന് സ്ക്രീൻ കാണത്തില്ല സർ. ഓക്കെ കമ്മിങ് സർ. ഷെയറിങ്. ഇപ്പൊ കാണാമോ സർ? യെസ്. ഓക്കെ. അപ്പം അറ്റൻഷൻ ഇഷ്യൂസ്, ദെൻ കോഗ്നിറ്റീവ് ബയാസസ്. കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്നത് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ തിങ്കിങ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിൽ വെച്ചിരുന്നതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദാറ്റ് വിൽ ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ വേൾഡ് ഇൻ എ ഡിഫറെന്റ് ലൈൻ. കൺഫർമേഷൻ ബയസ് ഇസ് വൺ കോമൺ എക്സാമ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൺലി പേയിങ് അറ്റൻഷൻ to information that aligns with your existing belief while ignoring evidence that does not support your views. ഇതിനെ കോഗ്നിറ്റീവ് ബയാസിന് ഞാൻ ഒരു ഷോർട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോരുത്തരും അവരവരുടെ പൊളിറ്റിക്കൽ ഫ്ലാഗിന്റെ അനുസരിച്ച് അതത് ചാനലുകൾ നോക്കി അതിനെ വിശ്വസിക്കും. കോമൺ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീം പറയുന്നതോ അവർ വിശ്വസിക്കാറില്ല. ദാറ്റ് ഈസ് എ കോഗ്നിറ്റീവ് ബയാസ്. ഇഫ് ഐ ബിലീവ് ഇൻ പർട്ടിക്കുലർ, സപ്പോസ് ഇഫ് ഐ ആം ഹിന്ദു, ശബരിമലയിലെ സ്ത്രീകൾ കയറിയത് തെറ്റെന്ന് ഞാൻ പറയും. ഇഫ് ഐ ആം ക്രിസ്ത്യൻ, ഐ മേ സേ ദാറ്റ് നോ, അവർക്ക് കയറിയതിന് എന്താ പ്രോബ്ലം എന്ന് പറയും. മുസ്ലിം ആണെങ്കിൽ 100% ഞാൻ സ്ത്രീകളെല്ലാം ബ്ലാക്ക് വസ്ത്രം ധരിച്ചാണ് നടക്കേണ്ടതെന്ന് പറയും. പക്ഷെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യനോ പറയും ദാറ്റ് ഈസ് മിയർ വേസ്റ്റേജ്, ദേ ക്യാൻ wear better clothes and show the world outside also എന്ന് പറയും. ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ് ഈസ് കോഗ്നിറ്റീവ് ബയാസസ്. അപ്പോൾ കോഗ്നിഷന് വരുന്ന ഒരു ബയാസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. ഓക്കെ. പിന്നെ ജെനറ്റിക്കലിയും ചില സമയങ്ങളിൽ നമ്മുടെ കോഗ്നിഷനിൽ ഡിഫറൻസ് വരാം. അതിനെന്താന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 2020 സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ ഫൗണ്ട് ദാറ്റ് എ പേഴ്സൺസ് ലെവൽ ഓഫ് ബ്രെയിൻ ഡിറൈവ്ഡ് neurotropic factors, which is 30% determined hereditary and can impact the rate of brain neurogenerations, a condition that ultimately impact the cognitive function. അങ്ങനെയാകുമ്പോൾ നമ്മൾ നോർമലി കൊഗ്നിഷൻ എന്ന് പറഞ്ഞ വാക്കിനെ കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയി നോക്കുവാണെങ്കിൽ, നമ്മൾ റിമെമ്പർ ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു, വേർഡ്സ് എടുക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, അത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ തോട്ട് പ്രോസസ് അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ്ങിന്റെ ലെവലും കൂടെ ചേർന്ന് വരുന്നതാണ് ഈ 1-2 കാര്യങ്ങൾ. ദെൻ വി വിൽ ഹാവ് മെമ്മറി ലിമിറ്റേഷൻസ്. ഓക്കെ. ദെൻ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കോഗ്നിറ്റീവ് പ്രോസസ് അഫക്ട് എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്, ഫ്രം സ്കൂൾ ടു വർക്ക് ടു റിലേഷൻഷിപ്പ്. Some specific uses of these processes include learning new things, forming memories, making decisions. Why we make bad decisions or impact of making decisions, forming memories, learning new things are uses of cognitive process. Okay. Then why do we make bad decisions? It is because of the impact of cognition. എത്ര ഫണ്ടാസ്റ്റിക് ഏരിയ ആണ് നമ്മൾ കടന്നു പോകുന്നത് സർ. റോയ് സർ, ആം എ ട്രൂ സർ? നമ്മൾ എന്തുകൊണ്ട് തെറ്റായി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഗ്നിഷന്റെ ലെവലാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിനാണ് CBT എന്ന് ഒരു ഏരിയ വെച്ചിരിക്കുകയാണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ഒരുത്തൻ തെറ്റായിട്ട് ചിന്തിക്കുന്നതിനെ റൈറ്റ് ആയിട്ട് ചിന്തിപ്പിക്കണമെങ്കിൽ
അവൻ്റെ കൊഗ്നിഷൻ മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന്. അവർ കൊഗ്നിറ്റീവ് പ്രോസസ് ഹാവ് വൈഡ് റേഞ്ചിങ് ഇമ്പാക്ട് ദാറ്റ് ഇൻഫ്ലുവൻസ് എവറിത്തിങ് ഫ്രം അവർ ഡെയിലി ലൈഫ് ടു അവർ ഓവറോൾ ഈവൻ ഹെൽത്ത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബോഡിക്കുള്ള ഹെൽത്ത് പോലും നമ്മുടെ കൊഗ്നിഷൻ കൊണ്ടാണ്. we live very happily or we live not happily, we live with anxiety, we live with depression എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക്കൽ മെമ്മറിയിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ബാക്ക് ബോണിൽ ഈ കമ്പ്യൂട്ടറിൽ 2 സാധനമുണ്ട്. ഒന്ന് റാം ഉണ്ട്, ഒന്ന് റോം ഉണ്ട്. ഒന്ന് റീഡ് ഓൺലി മെമ്മറി, ഒന്ന് റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറിയിൽ നമ്മൾ എന്ത് ലോഡ് ചെയ്താലും അതിന് അടുത്ത മിനിറ്റ് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ആർ ടെമ്പററി മെമ്മറി ആർ ഇറ്റ് ഈസ് എ കൊളൈഡൽ മെമ്മറി. ബട്ട് റോം എന്ന് പറയുന്ന റീഡ് ഓൺലി മെമ്മറി ഈസ് എ പെർമനന്റ് മെമ്മറി വിച്ച് ഇസ് കെപ്റ്റ് ഇൻസൈഡ് അവർ ബ്രെയിൻ. ഞാൻ ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ചാൽ ഇങ്ങനെയേ ജീവിക്കാവൂ, ഞാൻ ഒരു ഹിന്ദു ആയിട്ട് ജനിച്ചാൽ ഇങ്ങനെയേ ജനിക്കാവൂ, അല്ല ഇങ്ങനെ ജീവിക്കാവൂ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യമേ ആൾക്കാർ പറഞ്ഞു തന്നും നമ്മളെ പറയാതെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചും കുറെ കാര്യങ്ങൾ നമ്മളെ കൂടെ മനസ്സിനകത്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഓൾ സപ്പോർട്ട്സ് ടു മേക്ക് ബാഡ് ഡിസിഷൻസ്. അതുകൊണ്ട് റിലീജിയസ്റ്റിക് ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ 100% റിലീജിയസ്റ്റ് ആകണം. ബട്ട് യു ഷുഡ് ഹാവ് ജനറോസിറ്റി ടു തിങ്ക് അബൌട്ട് അതേഴ്സ് ആൾസോ. അത്രയേ ഉള്ള കാര്യം. ഇഫ് യു സ്റ്റാർട്ട് തിങ്ക് അതേഴ്സ്, അതാണ് ബൈബിൾ പറയുന്നത്, നിന്റെ അയൽവാസിയും നിന്നെ പോലെ സ്നേഹിക്കാൻ തുടങ്ങും. ഈ ലൈനുകളെല്ലാം ഇവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, പെർസീവിങ് ദ വേൾഡ്. You can take the sensation from the world around you, the information that see, hear, taste, touch, smell. 5 senses കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. We must first be transformed into signals that brain can understand. നമ്മുടെ either kinesthetic എന്ത് വേണമെങ്കിലും പറഞ്ഞോളുക, സീ, ഹിയർ, ടേസ്റ്റ്, ടച്ച്, സ്മെൽ എന്നാണ് സിംപ്ലർ വേർഡിൽ പറഞ്ഞത് സ്ലാങ് ആയിട്ട്. ഈ 5 സെൻസറി ഓർഗാൻസിൽ കിട്ടുന്ന ഇൻപുട്സ് ഹാസ് ടു ബി കൺവെർട്ടഡ് ടു എ സിമ്പിൾ 0 0 1 1 0 0 1 and 0 1 and 0. 1 and 0 മീൻസ് യെസ് ആൻഡ് നോ. യെസ് ആൻഡ് നോ ലെവലിൽ മാറ്റുവാണെങ്കിൽ ദെൻ ബ്രെയിൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി. ഈ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ്സ്, അത് റിട്രീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇന്ന് ഡേ ആഫ്റ്റർ ടുമാറോ ഐ ആം ഗോയിങ് ടു ബെൽ ഫോർ എ ഫംഗ്ഷൻ, BEL ബാംഗ്ലൂർ. അപ്പം ബെല്ലും എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണ് പോകേണ്ടത്, ബെൽ സർക്കിൾ വരെ പോവാം, ഇങ്ങനെ പോവാം, അങ്ങനെ പോകാം, 7 തരം മോഡ്സ് ആർ ദെയർ എന്ന് ഇന്റർനെറ്റ് ഹാസ് ആൻസർഡ് മീ. ഐ ഹാവ് ജസ്റ്റ് കീഡ് ഇൻ how to travel, means what are the modes available from KSR airport to Bell Circle. ഒരു ഞാൻ നോർമലായിട്ട് കാണിച്ച് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റുഡ് ഇൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ് as 0 1 0 0 1 0 0 0 style, and it retrieved the message in the same format and it has given further after transforming in the language what I can understand. അതാണ് ഈ നമ്മുടെ ബ്രെയിനും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ പെർസെപ്ച്വൽ പ്രോസസ് അലൗസ് യു ടു ടേക്ക് ഇൻ ദ സെൻസറി ഇൻഫർമേഷൻ ദാറ്റ് കൺവെർട്ടഡ് ഇൻ ടു സിഗ്നൽ ദാറ്റ് യുവർ ബ്രെയിൻ ക്യാൻ റെക്കഗ്നൈസ് ആൻഡ് ആക്ട് അപ്പോൺ. സോ നമ്മൾ ലോകത്തിന് പെർസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതോ അല്ല കേൾക്കുന്നതോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതോ എല്ലാം കോഡ് ചെയ്ത് ബ്രെയിനകത്ത് ലോഡ് ചെയ്യാണ്. ദെൻ നമ്മൾ അഗെയിൻ നമ്മുടെ അങ്ങനെ സഞ്ചാരം, അങ്ങനെ പേര് എനിക്ക് വിട്ടുപോയല്ലോ, ആ മനുഷ്യനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ഉത്തരം പറഞ്ഞു തരുന്നത് സന്തോഷ് കുളങ്ങര. യെസ് സർ, ഷാജി സർ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. സന്തോഷ് കുളങ്ങര പോലെ ഓരോരുത്തരും ട്രാവൽ ചെയ്തവർ എങ്ങനെ ഉണ്ടായിരുന്നു, ആ നാട് എന്താണ്, അവിടെ ടേസ്റ്റ് എന്താണ്, ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചു ഉത്തരം തരുന്നത് നമ്മുടെ ബ്രെയിനിനകത്ത് കോഡഡ് ഭാഷയിലിരിക്കുന്നത് നോർമലായിട്ട് തിരിച്ചു വരുന്നത് കൊണ്ടാണ്. സോ ഫോമിങ് ഇംപ്രഷൻസ്, ഇതിന് ഫോമിങ് ഇംപ്രഷൻ വലിയതല്ല, അതിനെക്കാട്ടിലും ഫില്ലിംഗ് ഇൻ ദ ഗ്യാപ്സ് ആണ്. ഇൻ അഡീഷൻ ടു റെഡ്യൂസിങ് ദ ഇൻഫർമേഷൻ ടു മേക്ക് ഇറ്റ് മോർ മെമ്മറബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, people also elaborate on these memories as they reconstruct them. നമ്മൾ
സിമ്പിളറായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഇതെല്ലാത്തിനും നമ്മുടെ ഓൺ വ്യൂസിൽ ഈ നേച്ചറെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾ തിരിച്ചു പറയുമ്പോൾ അയ്യോ അവിടുത്തെ ഗ്രീനറി ഒന്ന് കണ്ടാൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂടുതൽ അതിൻ്റെ മുകളിൽ അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്തുകൊണ്ട് പോകും. അതാണ് ഇതിനകത്ത് പറയുന്നത്. ബട്ട് മെമ്മറിക്കകത്ത് ലോഡ് ചെയ്യുമ്പോൾ സിമ്പിളറായിട്ട് ആക്ച്വൽ മെസ്സേജിനെ പോലും റെഡ്യൂസ് ചെയ്ത് കോമ്പാക്റ്റ് ആയിട്ടാണ് അകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ബട്ട് ഈ the brain tries to enlarge it or elaborate it as he perceives. അവിടെ എന്ത് ചെയ്യുന്നത്? This elaboration happens when people are struggling to remember something. When the information cannot be recalled, the brain sometimes fill in the missing data, whatever seems fit. ഇപ്പം തന്നെ ഷാജി സാർ എന്നെ തിരിച്ച് സന്തോഷ് കുളങ്ങര എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു തടിയൻ, ചെറിയ മുടി കുറഞ്ഞ, ഇങ്ങനൊക്കെ ചിലപ്പം പറയും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയും ഒരു ജോർജ് എന്ന് പറയും. അപ്പം ഇങ്ങനെയും ചില സമയങ്ങളിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്യാറുണ്ട്. ദീസ് ആൾ ദ ഫാക്ടേഴ്സ് ഓഫ് കൊഗ്നിഷൻ. ഈ കൊഗ്നിഷന്റെ ആക്ച്വൽ റോൾ പ്ലേ റൈറ്റ്ലി മനസ്സിലായാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഈസിയായിട്ട് കയറാൻ പറ്റും. Interacting with the world. Cognition involves not only the things to go on inside our head, but also how these thoughts and mental process influence our actions. Our attention to the world around us, memories of the past events, understanding of language, judgments. ആ ലൈനാണ് എക്സ്ട്രോർഡിനറി ഇമ്പോർട്ടൻ്റ് ലൈൻ. ജഡ്ജ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ we decide this is right one, this is not right one, this is okay one, this is not okay one, this is both fantastic one or well WEL one, whatever you call it. അങ്ങനെ നമ്മൾ പലതിനും പല കളറും പല ലെവലും കൊടുത്ത് ജഡ്ജ് ചെയ്യും. ആ ജഡ്ജ്മെന്റ്സ് ആണ് നമ്മൾ വേൾഡിന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രീംലി പ്ലേ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ വാക്കിലോട്ട് നിങ്ങൾ തിരിച്ചു പോവുക. വാട്ട് ഈസ് കൊഗ്നിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ cognition includes thinking, attention, language, and memory, and the main important thing is perception. അപ്പോൾ ഓരോരാളും പെർസീവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഈ കൊഗ്നിഷനെ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇറ്റ് സേസ് ദാറ്റ് കോഗ്നിറ്റീവ് പ്രോസസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ജെനറ്റിക്സ് ആൻഡ് എക്സ്പീരിയൻസസ്. ജെനറ്റിക്സ് എന്തുകൊണ്ടാണ് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ DNA പെർഫെക്റ്റ്ലി അത് തന്നെ ആയിരിക്കും, അത് RNA ആയിട്ട് മാറത്തില്ല. അപ്പോൾ എൻ്റെ DNA അതേപോലെ വിട്ടിട്ട് വാട്ട് ഈസ് ചേഞ്ചബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ പറയും I/R = V എന്ന്. അങ്ങനെയല്ലേ സാർ? സാബു സാർ? യെസ്. കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഈക്വൽ ടു വോൾട്ട്. അപ്പോൾ വോൾട്ടേജ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കറണ്ടിന് കൂട്ടാൻ പറ്റില്ലെങ്കിൽ റെസിസ്റ്റൻസിന് കൂട്ടുക. സിമ്പിൾ. ഇങ്ങനത്തെ I/R = V എന്ന് പറയും, അല്ലെങ്കിൽ V/I = R. അപ്പം ഇതേപോലെ ഒന്നിനെ കോൺസ്റ്റന്റ് ഫാക്ടറായിട്ട് വെച്ചുകൊണ്ട് വേറൊന്നിനെ മാറ്റാൻ പറ്റും. അത് ജെനറ്റിക്സിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല. ബട്ട് എക്സ്പീരിയൻസ് ക്യാൻ ബി എൻഹാൻസ്ഡ് ആൻഡ് ചേഞ്ച്ഡ് ഫർദർ. When you change experience, your cognitive skills can be further enhanced or brought to a better condition. When you can't change your genes or age, sorry, these are things that you can do to protect and maximum your cognitive abilities. So stay healthy. ഞാൻ അത് കൂടുതലൊന്നും പറയുന്നില്ല. Then I come only think critically, question your assumptions and ask questions about your thoughts, belief and conclusions. So ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് നമ്മൾ പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാർ പല കാര്യങ്ങൾ വെറുതെ ഡെഫിനിഷൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നാൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് മാറ്റി ആ ഹൈപ്പോത്തിസിസിനകത്ത് നല്ല ഹൈപ്പോത്തിസിസ് കണ്ടുപിടിച്ച് ഇങ്ങനെയാണെങ്കിൽ if this is right, this will go like this എന്ന് പറയുമ്പോൾ when you finally conclude that that is not right എന്ന് പറഞ്ഞാൽ you have to change your decisions or change your perceptions.
അങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടുവരുന്നത്. ആ ക്രിട്ടിക്കൽ തിങ്ക് ഞാൻ ഇതെല്ലാം ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഈ നൽ ഹൈപ്പോത്തസിസ് തന്നെ ഒരു ദിവസം നമുക്ക് ക്ലാസ് എടുക്കാൻ വേണമെങ്കിൽ. Okay, question your assumptions and ask questions about your thoughts, belief and conclusions. ഇത് ചെയ്തു കഴിഞ്ഞാൽ you will really have better, what do you call that, cognition. So ഈ cognitions എല്ലാം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരുന്നാൽ we will live happily. So for this purpose you need mindfulness. What is mindfulness? Be aware that your cognition is this type and attend to new experience. When you attend new experience without any prejudgment. Okay, I'll come again. The takeaways are, in psychology, the cognitive refers to all the different mental events involved: thinking, learning, comprehending. Cognitive process such as learning, attention, perception, memory are important parts of human experiencing. Understanding how they function can provide insight into normal human thought and behavior. ഇതാണ് extremely important area which anyone should normally say that. Okay, into normal human thought, behavior and how different cognitive conditions might create problem and impairment. ഞാൻ ഇതിനെ ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് I will come to you all. ഞാൻ ഇത്ര സമയം എടുത്ത കൊഗ്നിഷൻ കൊണ്ട് ഞാൻ ഈ കൊഗ്നിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ if somebody says something immediately നമ്മൾ ഡിസെൻഡ് ചെയ്യാം. We may say that I am not in agreement with you, but the way of saying has to make him also pleasant that he has also the value to in the world. ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ കൊഗ്നിഷനെ റൈറ്റ്ലി മനസ്സിലാക്കിയിരിക്കണം. കൊഗ്നിഷൻ ഈസ് എ തിങ്കിങ് പ്രോസസ്, an attending process, a memory and a perception, or which make you to even reproduce in the way what you think. അതാണ് ഇതിനകത്ത് മെയിൻ ഇത്. Therefore, cognition is most important. For ensuring that you live with better cognition, you have to ensure that you are ever calm. You are ever ready to accept others. You are ever ready to accept the environmental factors. You are ready to accept the environmental impacts and others' words even. You can perceive your own, but your perception has to join with others to live along with others. അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എപ്പോഴും എന്ന് പറഞ്ഞാൽ we go with mindfulness activities. What are the mindful activities? Mindful activities എന്ന് പറഞ്ഞാൽ basically mindfulness is be aware, attend. അവെയർ ആകുക, അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരേ സമയത്ത് മൾട്ടി ടാസ്കിങ് ചെയ്യരുത്. When you are aware that you are taking a session with all the good members who are having better knowledge, probably ഞാൻ പഠിപ്പിക്കുന്ന അല്ല പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെയുള്ള ഓരോരുത്തരും മൈൻഡ്ഫുൾനെസ്സിനകത്ത് 50-60 സെഷൻസ് അറ്റൻഡ് ചെയ്ത ഓരോരുത്തരാണ്. I have not attended that many sessions like you in this platform. Or പ്രത്യേകിച്ച് പുന്നംപുറയ്ക്കൽ അല്ലേ സാർ അദ്ദേഹത്തിന്റെ പേര്? ആന്റണി സാർ, ആന്റണി പുത്തമ്പുരയ്ക്കൽ. പുത്തമ്പുറയ്ക്കൽ സാർ. പുത്തമ്പുറയ്ക്കൽ സാർ നല്ല രീതിയിൽ ഞാനൊരു 4 to 5 സെഷൻസ് അദ്ദേഹത്തിന് ലൈനിൽ മീൻസ് ലൈവായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി വേറൊരു നല്ലൊരു രീതിയാണ്. ബട്ട് ഐ ഓൾവേസ് ഗോ വിത്ത് സയൻസ് ആൻഡ് ഹ്യൂമൻ ബ്രെയിൻ. ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഏരിയ ഈസ് ബ്രെയിൻ, ഹ്യൂമൻ ലൈഫ്സ് ആൻഡ് എമോഷൻ, തോട്ട്. ഈ 3 സാധനം ഉണ്ടെങ്കിൽ മൈൻഡ്ഫുൾനെസ് തീർന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട്
ഇതിനകത്ത് ഓരോരോ ഏരിയയിലും ഈ കൊഗ്നിഷൻ തന്നെ ഞാനിപ്പോൾ 1 അവറിൽ പറയുന്നത് ഐ ക്യാൻ ടേക്ക് എ സെഷൻ ഓൺ. ഞാൻ അത് ആ പിക്ചർ കിട്ടിയോ എന്ന് ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. അത് ആ ഇല്ല സാർ, കിട്ടിയില്ല. അത് വന്നില്ല. അത് വരുവാണെങ്കിൽ ഐ വിൽ ഷോ യു ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. സെലക്റ്റീവ് അറ്റൻഷൻ എങ്ങനെയാണ് പോകുന്നത്. സെലക്റ്റീവ് അറ്റൻഷൻ ഈസ് എ ഫണ്ടാസ്റ്റിക് തിങ്. നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതെല്ലാം നമ്മൾ വിട്ടുപോകുന്നതിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം. സെലക്റ്റീവ് അറ്റൻഷൻ ഈസ് റിയലി വർത്ത് വൈൽ തിങ്. നമ്മൾ ഇന്നില്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം ആ സെലക്റ്റീവ് അറ്റൻഷൻ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അത് ഒരു കാണേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, എനിക്കത് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? വി ഷുഡ് ഓൾവേസ് പ്രാക്ടീസ് or ഹാവ് മോർ എക്സ്പീരിയൻസ്. കൊഗ്നിറ്റീവ് ഇമ്പാക്ട് നന്നാക്കി കൊണ്ടുവരണമെങ്കിൽ ജീനും അല്ലെങ്കിൽ നമ്മുടെ ഏജ്, ജീൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എക്സ്പീരിയൻസ്, ഇഫ് യു സ്റ്റാർട്ട് എക്സ്പീരിയൻസ് യുവർ സെൽഫ് പീരിയോഡിക്കലി വിത്ത് ബെറ്റർ പ്രാക്ടീസ് to bring your brain to a happier mood, you will live more happily. For that, you should first bring calmness. How to bring calmness? You should avoid anxiety. How to avoid anxiety? ഒറ്റ കാര്യമേ ഉള്ളൂ. സ്വസ്ഥമായിരിക്കുക, സ്വസ്ഥമായി ഒരു കാര്യത്തിൽ ചിന്തിക്കുക. ആ ഒരു കാര്യം നോർമലി ഞാൻ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ സാറേ സെലക്റ്റീവ് അറ്റൻഷന്റെ ഒരു വീഡിയോ കാണിക്കാം. sir. I'm going to hide this Hershey's Kiss under this cup, and the object is for you to pay attention and follow along and try to guess which cup the Hershey's Kiss is under at the end. ഏതിലാണ് സാധനം? അതാണ് ചോദ്യം അല്ലേ സാർ? ഒന്നുകൂടെ കാണണം, ശ്രദ്ധിച്ചോണേ. ഓക്കെ, Which cup the Hershey's Kiss is under at the end. ലാസ്റ്റിൽ കൺഫ്യൂഷൻ ആയി. എനിക്ക് തോന്നുന്നു എക്സ്ട്രീം റൈറ്റിലുള്ളതാണെന്ന് തോന്നുന്നു. ഏതിലാണ്? സെന്റർ തന്നെ. ഞാൻ ലാസ്റ്റിൽ ഇടയ്ക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കി. ലാസ്റ്റ് ഒരു 3 മൂവിന് മുമ്പ് മിസ്റ്റേക്ക്. ഏതിലായിരിക്കും? എല്ലാരും പറയൂ. സെന്റർ ആണ് സാർ, സെന്റർ. ഒരാളെ ലാസ്റ്റ് പറഞ്ഞു. വേറെ സെന്റർ Maybe center. സെന്റർ ആയിരിക്കും, സെന്റർ. സാറേ രക്ഷയില്ല. എന്താണ് സാർ ഉത്തരം? സാബു സാറേ അത് നോക്കിയിരുന്നു, അവസാനം വന്നപ്പോ പോയി. ഒന്നൂടെ കാണണം അല്ലേ? അവസാനം വന്നപ്പോ പോയി. എന്നാലും അവസാനം കുറെ സ്പീഡ് കൂടിയപ്പോ പോയി. എത്ര സ്പീഡ് കൂടിയാലും നമ്മൾ ആ പറയുന്ന സാധനത്തെ തന്നെ ഒബ്സർവ് ചെയ്യണം. അതല്ലേ ഇളങ്കോ സാർ ഉദ്ദേശിച്ചത്? യെസ്, അതെ അല്ലേ സാർ? അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അത് മാത്രം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ മറന്നുപോകും. ബാക്കി ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വിട്ടുപോകും സാർ. അതാണ് ഞാൻ മെയിൻ എല്ലാം മറന്നു ആയിട്ട്. പോകും, അതിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അതെ, അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വേറൊരു കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും സാർ.
അല്ല സാബു സാർ ഇത് കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയുന്നവരുണ്ടോ? പിന്നെ ശ്രദ്ധിച്ച ഉണ്ട്. ഫോക്കസ്ഡ് ആയിട്ടുള്ള തലമാണ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് ആണോ എന്ന് ചോദിച്ചാൽ മൈൻഡ്ഫുൾനെസ് ആണോ സാർ അത്? അതെ സാർ, അതെ. മൈൻഡ്ഫുൾനെസ് കറക്റ്റ് ആയിട്ടുള്ളവർക്ക് അത് കറക്റ്റ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ ആ ഇത് അതുമേൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കി കോയിൻ ശ്രദ്ധിക്കരുത്. ഇല്ല, ഡിസ്ട്രാക്ഷൻ. അതിനകത്ത് ബാക്കി എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ അടുത്ത ഇത് ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സൈഡിൽ സംഭവിക്കുന്നതെന്ന് നോക്കാൻ പോലും വിട്ടുപോകുന്നു. ഓക്കെ, അല്ല. വിട്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. ഒരു 10,000 രൂപ തരാന്ന് പറഞ്ഞാലോ? സാർ, ഞാനിപ്പോ ഷെയർ ചെയ്യട്ടെ സാർ. ഷെയർ ചെയ്യും. സൗണ്ടും കൂടെ ഷെയർ ചെയ്യും. സാബു സാറ് ഗ്ലാസ് ഒന്നും ഉയർത്തി കാണിച്ചില്ല. ഇല്ല, അത് ഒത്തിരി പേര് പറഞ്ഞില്ലേ. സാർ, ഇതാണ് ഗെയിം കാണുന്നുണ്ടോ സാർ? സ്ക്രീൻ കാണുന്നു. സാർ പ്ലേ ചെയ്യണം. യെസ്. അതുപോലെ ക്ലിക്ക് ചെയ്യും, അപ്പൊ എൻലാർജ് ആയിക്കോളും. ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് സാർ. ഓക്കെ. How many passes a team in white is doing it? How many passes? 4. Did you see the moonwalking bear? It is easy to miss something that you are not looking at it. ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച ഒന്നായിരുന്നു. നമ്മുടെ ചോദ്യം ചോദിച്ചത് ഈ വെള്ള ഉടുപ്പിട്ടിരിക്കുന്ന ആൾക്കാർ എത്ര പ്രാവശ്യം ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. പക്ഷേ കുറച്ചു പേര് കറുത്ത ഡ്രസ് ഇട്ട ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് അതിനിടയ്ക്ക് ഒരു ബിയർ ഡ്രസ് ഇട്ട, ഒരു കരടിയുടെ ഡ്രസ് ഇട്ട ഒരുത്തൻ മൂൺ വാക്കിംഗ് ചെയ്തിരുന്നത് എത്ര പേര് നോട്ടീസ് ചെയ്തിരുന്നു? ഇതാണ് ഫൈനലി ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ when you are having the selective attention, you forget about many things and you are not able to even recognize. താങ്കളുടെ കണ്ണ് കാണുമായിരിക്കും. That is not been noticed. That cognition is not occurring. അത്രയേ ഉള്ളൂ കാര്യം. Are you visualizing? Yes, you are 100% visualizing that beer also. ബട്ട് ആ ബിയറിനെ, ആ കരടീനെ നമ്മൾ മനസ്സിനകത്ത് കൊണ്ടില്ല. റീസൺ ഈസ് we were concentrating only white dress and white ball movement. ഇതാണ് സെലക്റ്റീവ് അറ്റൻഷന് ഞാൻ പറഞ്ഞു തരാനുള്ള ഒരു മെയിൻ പോയിന്റ്. Many a times we miss many things in the world if you have selective attention. On the other hand, try to think about the world, live in the world, adjusting with that. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫാദർ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പുത്തൂർ ഫാദർ, താങ്ക് യു. അപ്പൊ ഇതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്താണ്? നോർമലി എനിത്തിങ് യു ക്യാൻ ഡു ഇറ്റ്. Mindful walking, mindful eating, mindful bathing, mindful except sleeping, anything. Cycle ride ആണെങ്കിൽ cycle ride, driving ആണെങ്കിൽ mindful driving, chatting ആണെങ്കിൽ mindful chatting, എന്ത് വേണമെങ്കിലും ചെയ്യാം. Even romancing, mindful romancing, and further also mindful. Anything is possible. That mindful means rightly you should take a definition of aware and attend to that. When you attend that, attend 100% on that. 100% അറ്റൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ആ കറുത്ത കരടീനെ മറക്കുന്നു. അതേപോലെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ യുവർ അറ്റൻഷൻ വിൽ എൻഹാൻസ്. വെൻ യു അറ്റൻഡ് വിത്ത് എൻഹാൻസ്ഡ് അവേർനെസ്, യു വിൽ നോട്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ് ഓൺ യുവർ തിങ്കിങ്. എന്തുകൊണ്ട്? ഞാൻ കുറച്ച് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ലൈനാണ്. എന്നുപറഞ്ഞാൽ ടൗൺ ആൻഡ് കൺട്രി
ഡെവലപ്മെന്റ് ആക്ടോ എന്തൊക്കെയോ പ്ലാനിങ് ആക്ട് എന്നുണ്ടായിരുന്നു. ടൗൺ പ്ലാനേഴ്സിന്റെ വേണ്ടിയുള്ള ആക്ടാണ്, വേണമെങ്കിൽ തിരിക്കാം. കേരള നഗര ആൻഡ് ഗ്രാമ വികസന ആക്ട് ആണ് ആ ആക്ട്. അപ്പൊ അതിനകത്ത് ഇംഗ്ലീഷിൽ കൺട്രി എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഹൗ കം കേരള ക്യാൻ തിങ്ക് അബൌട്ട് എ കൺട്രി? ഇറ്റ് ക്യാൻ തിങ്ക് ഓൺലി അബൌട്ട് കേരള ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ് ആർ ഡിസ്ട്രിക്ട് ആർ റൂറൽ സെക്ടർ. അപ്പോഴാണ് ആ സാറ് പറഞ്ഞു തന്നത്, മലയാളത്തിലും കൂടെ വായിക്കുകയുള്ളെങ്കിൽ അതിനകത്ത് നഗരവും ഗ്രാമവുമാണ് പറഞ്ഞിരിക്കുന്നത്, കൺട്രീനെ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ് എന്ന് പറഞ്ഞാൽ. വേറൊരു അർത്ഥം കൂടെ നമുക്ക്, വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന അർത്ഥമാണ്, ബട്ട് ഫോർ കൺട്രീനെ നമ്മൾ ഈസിലി വി ഡോണ്ട് തിങ്ക് ദാറ്റ്. അപ്പം അതും കൂടെ അത് പ്രീ ഡിറ്റർമിൻഡ് ആയിരുന്നു. കൺട്രി എന്ന് പറഞ്ഞാൽ നാട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് എനിക്ക് ആ കറക്റ്റ് മീനിങ് കിട്ടാതെ വന്നു, ബിക്കോസ് ഓഫ് പ്രീ ജഡ്ജ്മെന്റ്. അപ്പൊ പ്രീ ജഡ്ജ്മെന്റിനെ അവോയ്ഡ് ചെയ്താൽ വി വിൽ ഹാവ് ദാറ്റ് മൊമെന്റസ് ആൻസർ, ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഈ മൊമെന്റിൽ കിട്ടുന്ന ഒരു വേർഡിന്റെ അർത്ഥം നാളെ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് വെൻ ഇൻ കോർട്ട്, മീൻസ് എന്ത് കോർട്ട്? കോർട്ട് ഓഫ് ലോ. കോർട്ട് ഓഫ് ലോയിൽ ഓരോരോ അഡ്വക്കേറ്റുകളും ജഡ്ജിന്റെ മുമ്പിൽ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജ് ഇസ് ബീൻ ആസ്ക്ഡ് ടു തിങ്ക് ഇൻ വിച്ച് മൂഡ് the legislators have made legislation. അവർ നിയമം ഉണ്ടാക്കിയത് ഏത് ആവശ്യത്തിന് ഏത് അർത്ഥത്തിലാണ് ഉണ്ടാക്കി, ആ അർത്ഥത്തിലോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ജൂറിസ്പ്രുഡൻസിൽ പഠിപ്പിക്കാറുണ്ട്. ഇതാണ് ഞാൻ മൈൻഡ്ഫുൾനെസ് ഏരിയയിലോട്ട് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു തന്നതും. സോ ഇൻ കേസ് ഇഫ് എവരിബഡി അഗ്രി ദാറ്റ് വി ക്യാൻ ഗോ ഫോർ എ സ്മോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബോഡി സ്കാൻ മെഡിറ്റേഷനിലോട്ട് പോകും. ഐ ലവ് ഓൾവേസ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ബോഡി സ്കാൻ മെഡിറ്റേഷൻ മീൻസ് ഒന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബോഡീനെ ഫ്രം ടോപ്പ് ടു ബോട്ടം സ്കാൻ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഇന്റേണൽ ബ്രെയിൻ അല്ലെങ്കിൽ ഇന്നർ വിഷനിൽ കൂടെ നമ്മൾ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞ് തോട്ടിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും, എമോഷൻസിനെ ഒബ്സർവ് ചെയ്യും, ദെൻ എൻവയോൺമെന്റിനെ ഒബ്സർവ് ചെയ്യും. If you do your body, your emotion, your thought and your environment, almost you are covering all the factors or all the impacting materials. ഇതാണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻസിലുള്ള സപ്പോർട്ടീവ് തിങ്കിങ്. നമുക്ക് ചെയ്താലോ സാബു സാർ? ഓക്കെ സാർ, ഷുവർ ഷുവർ. താങ്ക് യു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാം. ബോഡി സ്കാൻ മെഡിറ്റേഷൻസിന് ഇപ്പോൾ കൊഗ്നിഷനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. കൊഗ്നിഷനെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു എക്സ്പീരിയൻസ് എ ലോട്ട് പീരിയോഡിക്കലി and without pre-judgment you have to accept yourself or accept others. ആ തിങ്കിങ്ങിൽ വേണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, I never use the word concentration, but on the other hand I always use the word attention. Concentration is entirely different than attention. കോൺസെൻട്രേഷനെ നമുക്ക് ഇഷ്ടമില്ലാത്ത സമയത്തും നമ്മൾ വലിച്ചു കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നതാണ് കോൺസെൻട്രേഷൻ. ബട്ട് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധാപൂർണത, നമ്മൾ താല്പര്യപ്രകാരം ചെയ്തു പോകുന്നതാണ് അറ്റൻഷൻ. സോ വെൻ യു സിറ്റ് ഓൺ മെഡിറ്റേഷൻ, you voluntarily accept that you are doing meditation, you are doing breathing, inhaling and exhaling. Inhaling and exhaling is a regular practice or regular process what you do it. However, ഇപ്പോൾ you are getting awareness and you are attending that without pre-judgment. ഇങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ let us sit erect so that the vertebra is straight. Then കഴുത്ത് സെയിം കറക്റ്റ് പൊസിഷനിലോട്ട് വയ്ക്കുക, താഴോട്ടും മുകളിലോട്ടും അല്ല, ഏതാണ് റൈറ്റ് പൊസിഷൻ അതിലോട്ട് വയ്ക്കുക. കാൽ പാദങ്ങൾ രണ്ടും ഗ്രൗണ്ടിൽ ഫേം ആയിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഐ നോ ദാറ്റ് 99% ഓഫ് പീപ്പിൾ ആർ ഓൾവേസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. അപ്പം പാദങ്ങൾ ചെയറോ വേറെ അല്ല സോറി ചെരുപ്പോ ഷൂസോ ഇട്ടിരുന്നാൽ പരമാവധി ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ റിമൂവ് ദാറ്റ്. കീപ് യുവർ bare foot on the ground by which you get earthing properly.
ഈ എർത്തിങ് പല സമയങ്ങളിൽ ആവശ്യമാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ ഇഫ് യു സീ ദാറ്റ് വൺ ഈസ് AC 230, the another one is neutral, the third one is earth. Why earth is always? Whenever spike occurs, that spike is being brought to ground. ഇത്രയേ ഉള്ളൂ. ഈ സെയിം സിസ്റ്റമാണ് നമ്മുടെ ദേഹത്തിലും പല സമയങ്ങളിൽ എമോഷണൽ സ്പൈക്ക് വരാം. ആ എമോഷണൽ സ്പൈക്ക് തോട്ട് പ്രോസസ് പ്രശ്നം കൊണ്ട് തോട്ട് നമ്മളെ ഇമ്പാക്ട് ചെയ്തുകൊണ്ട് എമോഷണൽ ചേഞ്ചസ് വരാം. ആ ചേഞ്ചസിന്റെ സ്പൈക്ക് വരുവാണെങ്കിൽ അത് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പരമാവധി എല്ലാ യോഗാചാര്യനും വെദർ നോയിങ്ലി ആർ അൺനോയിങ്ലി ദേ ആസ്ക് കാലിൽ ചെരുപ്പ് ഒന്നും ഇടാതെ ബെയർ ഫൂട്ടായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല തറയിൽ പരമാവധി ഗ്രൗണ്ടിൽ തൊടാൻ പറയും, നോട്ട് ഓൺ ഫ്ലോർ മാറ്റ് ആർ സംതിങ്. അത്ര ഇരുന്നാൽ ഗ്രൗണ്ടിങ് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. ഓക്കെ, ദെൻ ട്രൈ ടു കീപ്പ് യുവർ ബോത്ത് ഹാൻഡ് ടുവേഴ്സ് അപ്പ്. അത് ഒരു റിസീവിങ് സൈഡാണ്. അങ്ങനെയേ ഇരുന്നാലേ നടക്കുള്ളൂ. ഈസ് ഇറ്റ് നോട്ട് റിലീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ കീപ്പ് എനിത്തിങ്. ബട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ when you sit like this, your fingers try to clinch. But when you sit on the top, where all the fingers may relax, however, your posture will remain right. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. Everything has a scientific reason, as per me, or as per my learnings. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം ഇരുന്നിട്ട് മീൻസ് തുടയുടെ മുകളിലോ അല്ലെങ്കിൽ ആം റെസ്റ്റ് ഓഫ് ദ ചെയറിന്റെ മുകളിലോ കൈ രണ്ടും തുറന്ന് മുകളിലോട്ട് വയ്ക്കുക. സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, കഴുത്ത് നിമിർത്തി അതേപോലെ ഇരിക്കുക. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇരിക്കുമ്പോൾ kindly tell your brain and mind that you are going to do a small exercise of body scan meditation. Kindly support me. ഒന്ന് ഒരു ചോദ്യം ചോദിക്കുക. ചോദിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ട്രൈ ടു അഡ്ജസ്റ്റ് വിത്ത് യു. അതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, കോൺസെൻട്രേഷനും അറ്റൻഷനും. നൗ ഐ ആം ഇൻട്രസ്റ്റഡ് ടു ഹാവ് ബ്രെയിൻ ആൾസോ അലോങ് വിത്ത് മീ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ സേ യെസ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. വെൻ ഇറ്റ് സേസ് യെസ്, ക്ലോസ് യുവർ ഐസ്. ടിൽ സച്ച് ടൈം ഡോണ്ട് ക്ലോസ് ഇറ്റ്. കണ്ണ് രണ്ടും അടച്ച് സ്മൂത്തറായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഹേൽ എക്സേൽ. ഇതിനകത്ത് പല തോട്ടുകൾ വരും, പല തിങ്കിങ്സ് വരും. ആ തിങ്കിങ്ങുകളെല്ലാം തിങ്കിങ് പോലെ വിടുക. there are innumerous thinking which are not real. Thought is purely thought. Therefore, don't run behind of the thought. Let the thought be. If it comes, let it go. You try to observe and attend to your breathing in and breathing out. Okay. Inhale, exhale. Inhale, exhale. Inhale, exhale ചെയ്യുന്ന സമയത്ത് അകത്ത് ശ്വാസക്കാറ്റ് എങ്ങനെയാണ് അകത്ത് കയറുന്നത്, എങ്ങനെയാണ് സ്റ്റൊമക്ക് ഇൻഫ്ലേറ്റ് ആകുന്നു, ചെസ്റ്റ് ഇൻഫ്ലേറ്റ് ആകുന്നു, പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ അബ്ഡോമൻ ആർ സ്റ്റൊമക്ക് ഡിഫ്ലീറ്റ് ആകുന്നു, അതായത് ഡിഫ്ലക്ഷനിൽ ചെസ്റ്റ് എങ്ങനെ ഡിഫ്ലീറ്റ് ആകുന്നു, ആൻഡ് പുറത്ത് കാറ്റ് എങ്ങനെ പോകുന്നു, ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale. Now have deep breathing. Inhale, exhale. Inhale, exhale. One more deep breath. Inhale, exhale. Now normal breath. Inhale, exhale. Inhale, exhale. Now bring your attention to your inhaling and exhaling. Continue the process. Let your face have a small smile by which you really enjoy your inhaling and exhaling.
Now you continue to breathe in and breathe out, but bring your attention along with my words. I am trying to scan my body from top to bottom. Now you bring your attention purely to the body parts which I am repeating it. Okay. Top head, forehead. ഞാൻ പറയുന്ന ബോഡി പാർട്സ് അവയവങ്ങളും മാത്രം ശ്രദ്ധിക്കുക ആ സമയത്ത്. ഐസ്, nose, mouth, chin, cheeks, ears, neck, shoulders, chest, stomach, abdomen, upper back, lower back, upper hands, hand, knee joints, lower hands, wrist, palms, fingers, now glute, thighs, knee joints, legs, palms, heel, toes, fingers. Now observe your whole body. Now bring your attention to your breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the thoughts which are coming to you.
Don't run behind of the thoughts. Thoughts are purely thoughts. Let the thoughts come and go. Like a third party, or like eagle's eye view, or like a drone's view, what are the thoughts coming? Just watch the thoughts and enjoy. How many thoughts are coming? Try to count. Just see as a third party. And inhale and exhale by default. But observe the thoughts. Now bring your attention back to your breathing. Inhale, exhale. Inhale, exhale. Inhale, exhale. Now bring your attention to the emotions which are trying to come and change your body portions. Okay, let the emotion come and the emotion go. Let it not get attached to your body. Try to give colors or different colors, whatever you feel to each different emotions. And you can think that size and shape and that of the emotions. So you can just monitor or watch and observe how the emotions are coming, how the emotions are changing, how the emotions are moving out. Now bring your attention back to your breathing. Inhale, exhale. Inhale, exhale. Inhale, exhale. Now bring your attention to the environment. Means you are sitting inside a room. You just go the external or outer part of the area. It might be road, it might be the third house, or somewhere the sounds are coming and different sounds are coming. Might be vehicle, might be your fan sound, might be AC sound, might be some other loudspeaker sound, some other sounds, somebody is speaking or something. Okay, just start observe that sounds and how many sounds are there. Please notice that start give numbers of 1, 2, 3. How many different sounds you started having it? Kindly notice it. Come closer and closer from there to next your house, external area or conference hall or to your bedroom or the room where you sit. Then that local sounds, these all things you start to observe it and give attention to that area. And you may notice it how many sounds are you are able to recognize distinctively. Now bring back your attention to breathe. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now bring your attention to your deep breathing. Inhale, exhale.
Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your breathing. Inhale, exhale. Inhale, exhale. Now you tell your mind that you have accomplished your body scan meditation. In case if it is ready, you can open your eyes. Prior to that, take both the hands together, rub it off, make warmness, keep over eyelids, inside push to earlobes and to neck. Now, in case if your body says or your mind and brain says that, you can open your eyes slowly, slowly, and further slowly open your eyes. Thank you. I hope that we all enjoyed. This is a way why we do like this. ഒരു 3-4 ഡിഫറെന്റ് സ്റ്റെപ്പുകൾ എന്തുകൊണ്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ by which we are making rhythm to our brain that it should not get locked anywhere else. നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് മാത്രമേ അത് അടങ്ങി നിൽക്കുള്ളൂ. വേറൊരു സമയങ്ങളിലൊക്കെ വ്യത്യസ്തമായ സൗണ്ടും വ്യത്യസ്തമായ എൻവയോൺമെന്റിൽ ചെല്ലുമ്പോഴും നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ പോലും നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് ഈ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് ചെയ്യാം. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴും ചെയ്യാം. നമ്മൾ കൂട്ടത്തിൽ ഭയങ്കര ബഹളത്തിനിടയ്ക്ക് നടക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്പീക്കറൊക്കെ വെച്ച് ഏത് അമ്പലത്തിൻ്റെ ഭയങ്കര സൗണ്ടാണ്. ബട്ട് വിച്ച് ഇസ് നോട്ട് ഡിസ്റ്റർബിങ് മീ അറ്റ് ഓൾ. ബിക്കോസ് എൻ്റെ തിങ്കിങ്ങും എൻ്റെ അറ്റൻഷനും ഈ ഏരിയയിൽ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഈ കൊഗ്നിഷൻ വിൽ സ്റ്റാർട്ട് അക്സെപ്റ്റ് ടു ഡിഫറെന്റ് ആൻഡ് വേരിയസ് ഒക്കേഷൻസ്. അതെല്ലാം സമ്മതിക്കുവാണെങ്കിൽ we will try to bring more cognition along with the society. നമ്മൾ cognition എന്ന് പറഞ്ഞാൽ തിങ്കിങ് പ്രോസസ്സും പെർസെപ്ഷൻ പ്രോസസ്സും ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. മെമ്മറി, ലേണിംഗ്, ആ ലേണിങ്ങിനെ തന്നെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ലേൺ ചെയ്യാം. ബട്ട് ഈ തിങ്കിങ് അവെയർ അറ്റൻഡ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്, മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ്, ലെറ്റ് ഗോ വിത്ത് കമ്പാഷൻ, ഇങ്ങനെ ഒരു 7 വാക്കുകൾ മാത്രമേ ഞാൻ എല്ലാ സമയങ്ങളിലും റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. ദാറ്റ് ഈസ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിന് 7 വാക്ക് കൊണ്ടാണ് നമ്മുടെ ജോൺ കബാട്സിൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 7 വാക്കുകളും 7 ലോകമായിട്ടാണ് ഞാൻ കണക്കെടുക്കുന്നത്. ഇന്ന് ഇത്രയും സമയം കൊഗ്നിഷനിൽ ഐ ഹാവ് ടച്ച്ഡ് ഓൺലി ഒരു സ്മോൾ പാർട്ട്, നോട്ട് ഫുൾ ഈവൻ. അതിൻ്റെ ഒരു ഓട്ടിച്ച് നോക്കിയതാണ് കൊഗ്നിഷൻ. നമ്മൾ ഡീപ്പറായിട്ട് പോവുകയാണെങ്കിൽ വി വിൽ എൻജോയ് ദ കൊഗ്നിഷൻസ് എ ലോട്ട്. ഓരോ ദിവസവും ഓരോ ഏരിയയിൽ ഹൗ മൈൻഡ്ഫുൾനെസ് ക്യാൻ സപ്പോർട്ട്. ഞാൻ ഈ പറഞ്ഞു തരുന്ന എല്ലാം ഇതിനു മുമ്പ് ഒരു ദിവസം റൊസറ്റോ എഫക്റ്റിനെ കുറിച്ച്, സർ റൊസറ്റോ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ഇവിടെ എടുത്തിരുന്നല്ലോ അല്ലേ സർ? സോ വി ഷുഡ് ഓൾവേസ് ട്രൈ ടു ലേൺ ന്യൂ തിങ്സ് ഓൺ മൈൻഡ്ഫുൾനെസ്. അതാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക്സ് എ ലോട്ട് ഫോർ അക്സെപ്റ്റിംഗ് മീ, ഫോർ പേഷ്യൻ്റ്ലി ഹിയറിംഗ് ആൻഡ് പ്രാക്ടീസിങ് അലോങ് വിത്ത് മീ. സോ ബാക്ക് ടു സാബു സാർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അമൃതജ്യോതി മാം പറയൂ. Yes, sir. Thank you, sir. Thank you very much, sir. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. വളരെ നല്ലായിരുന്നു. മെഡിറ്റേഷൻ ഗംഭീരായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ. താങ്ക് യു, സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മാം. റോയ് സർ. ഈ കൊഗ്നീഷൻ എന്നുള്ള അറിവ് വിജ്ഞാനം എന്ന ഷോട്ടിലാണ് ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ CBTയുടെ കാര്യം പറയുമ്പോൾ വൈകാരികമായ അവസ്ഥകളെ കുറിച്ചൊക്കെ ഇത്, പക്ഷേ ഇത്രമാത്രം വലിയ സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ടെന്നുള്ള വിവരം സാറിന്റെ ക്ലാസ്സിലൂടെ മനസ്സിലായി. ചിന്ത ഉൾപ്പെടെ മനസ്സിൽ നടക്കുന്ന മാനസിക പ്രക്രിയകളാണ് കൊഗ്നിഷൻ. ശ്രദ്ധ, ഭാഷ,
ഇതെല്ലാം ഇതിനകത്ത് വരും. അത് ഏജ് അനുസരിച്ച് ഏജ് കൂടുന്നതനുസരിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അറ്റൻഷൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം പറഞ്ഞു തന്നത് കൂടാതെ പ്രാക്ടിക്കലായിട്ട് തന്നെ സാറിൻ്റെ മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലൂടെ അത് മനസ്സിലാക്കാനും കൂടെ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ ഒരു അനുഭൂതിയായിരുന്നു. ഓക്കെ സാർ, സാറിൻ്റെ ഓരോ പ്രസൻസിൽ വരുന്ന ഓരോ ഇതും ഒരു പുതിയ അറിവും പുതിയ ഉണർവും നൽകുന്ന ഭാഗമാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. പുത്തൂരച്ചൻ ഒന്ന് എന്തെങ്കിലും പറയുമോ? ഫാദർ. യെസ്, മനോജ് സർ. മനോജ് സർ പറയണം. ലങ്കോ സാറിൻ്റെ ക്ലാസ്സുകൾ എപ്പോഴും ഓരോ ദിവസവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, പുതിയ പുതിയ സബ്ജക്റ്റുകൾ സാർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. നമ്മൾ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുന്ന ആദ്യത്തെ ദിവസം ഇരിക്കുമ്പോഴേ പറയുന്ന ഒരു ഫീലാണ് സാറിന് ഓരോരോ പുതിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുമ്പോൾ സാർ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒക്കെ എപ്പോഴും കൂട്ടുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ വളരെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ റോയ് സാർ പറഞ്ഞ മാതിരി ഈ കോഗ്നീഷന് ഇത്രമാത്രം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡെഫിനിഷൻസും മീനിങ്സും ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ സാർ അറിയത്തില്ലായിരുന്നു. സാർ അത്ര 2 തരത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും സോ ദിസ് വാസ് സോ മീനിങ് ഫുൾ. അല്ല, അത്ര എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഇരിക്കുന്നതെന്നുള്ളത് ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് സാർ. ദിസ് ഈസ് കോൾഡ് യുനോ ഇപ്പം നമുക്ക് ഈ പുസ്തകം വായിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ തലയ്ക്കകത്ത് കയറ്റിയൊന്നും കഥയില്ല. അതൊക്കെ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അല്ല അടുത്ത നിമിഷം തന്നെ മറന്നു. ബട്ട് വി ആർ ലിസണിങ് സോ മൈൻഡ്ഫുള്ളി. അതും മൈൻഡ്ഫുള്ളി ഒക്കെ ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ കേട്ടത് ഇറ്റ് വിൽ രജിസ്റ്റർ. ഐ മീൻ 50% പീപ്പിളിലെ ഞങ്ങളൊന്നും അത്ര വലിയ എന്നൊക്കെ അറിയാൻ പറഞ്ഞു. പക്ഷേ സാർ പറഞ്ഞു ഒരു കാര്യം ശരിയാണ്, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇത്രയും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഇത്രമാത്രം ക്ലാസ് കേട്ടവരും, അതുപോലെ ആന്റണി സാറിൻ്റെ കാര്യം പറഞ്ഞു. സോ യു ടു പേഴ്സണാലിറ്റീസ് ആർ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് വിത്ത് ഡിഫറെൻറ്റ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഇറ്റ്സ് എ വെരി ഗുഡ് നോളജ് ഫോർ അത്. സ്റ്റീരിയോ എഫക്റ്റ് ആണ് ശരിക്കും സാറിനെ കേൾക്കുന്നതും ആന്റണി സാറിനെ കേൾക്കുന്നത്. ഇറ്റ് വാസ് വെരി അങ്ങനെ ഒരു അവയർനെസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ സാറ് ഈ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ് കോഗ്നീഷൻ ഓർ കോഗ്നേറ്റീവ് മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് സാർ അതിനെ പറയുന്നത്, അത് പുതിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. നമുക്ക് ഒത്തിരി തിരിച്ചറിവുകൾ എന്ന് പറയുള്ള അറിവല്ല. ദിസ് ഈസ് സംതിങ്, സം ന്യൂ തിങ്സ് ഇറ്റ് ഈസ് ആഡഡ് ടു അവർ കോൺഷ്യസ്നെസ്, അലേർട്ട്നെസ്, അവയർനെസ്. സാർ എപ്പോഴും പറയുന്നത് അതാണല്ലോ. ഇറ്റ് ഹാസ് ആഡഡ് മെനി കളേഴ്സ് ടുഡേ. താങ്ക് യു വെരി മച്ച് സാർ ഫോർ യുവർ ഇൻസൈറ്റ്സ്. താങ്ക് യു സാർ. എന്താണെങ്കിലും ആന്റണി പുത്തമ്പുറയ്ക്കൽ സാർ PG ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ 8th സ്റ്റാൻഡേർഡിന് ക്ലാസ് എടുക്കുന്ന രീതിയാണ് സാർ. നമ്മളൊക്കെ ബേസിക്കലി നിൽക്കുന്ന ആൾക്കാർ. സാർ നല്ല രീതിയിൽ എടുക്കും. താങ്ക് യു സാർ. അല്ലാതെ സാറ് രണ്ട് ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ പറയും. സാറ് രണ്ടുപേരും PhD ലെവലിൽ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പഠിപ്പിക്കുന്നത്, അതാണ് പറഞ്ഞത്. പക്ഷേ അതിനൊരു വ്യത്യസ്തതയുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ സാർ രണ്ടുപേരും പഠിപ്പിക്കുന്നതിനകത്ത് 100% we are getting the benefits. So thankful to both of you, sir. Thank you. ഗുഡ് ഈവനിങ് സർ. ഇളങ്കോ സർ, സാറേ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത് കൊഗ്നിറ്റീവ് തെറാപ്പി അതുപോലെ CBT എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഇത്രയും വിശാലമായ ഒരു ഫീൽഡാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ജോൺ കബാറ്റ്സിന്റെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈസ് എ ഡിഫറെൻറ്റിങ് ഔട്ട്സൈഡ്സ് ആൻഡ് അവർ എക്സ്പീരിയൻസസ് എന്നാണ് അല്ലെ സാറേ? നമ്മളും നമ്മുടെ അനുഭവങ്ങളും കൂടി ചേരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത് അല്ലെ? അപ്പോ അതറിയാൻ കഴിഞ്ഞു. അത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചൊരു ഡെഫിനിഷനെ അങ്ങനെ അറിയാവുള്ളായിരുന്നു. പക്ഷെ അത് ഈ കൊഗ്നിറ്റീവ് ആയിട്ട് ഇത്ര ബന്ധമുണ്ടെന്നും അതാണ് അതിന്റെ കാതലായ ഒരു വേടെന്നും ഒക്കെ മനസ്സിലായത് സാറിന്റെ ഈ ക്ലാസ്സിൽ കയറിയപ്പോഴാണ്. വളരെ സന്തോഷം തോന്നി സാർ. അതുപോലെ സാറിന്റെ ഈ തമിഴും ഇംഗ്ലീഷും കൂടെ കലർന്നുള്ള ഒരു സ്ലാങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാധാരണ കേൾക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കാൻ തോന്നി.
പിന്നെ ആന്റണി പുത്തമ്പരിക്കൽ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് വേറെ ഒരു വേ ആണ് സാറിന്റെ പഠിപ്പിക്കല്. ഇളങ്കോ സാറിൻ്റെത് വേറെയാണ്. എന്തായാലും നമുക്ക് രണ്ടും നല്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് തരുന്നത്. സാർ താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ എത്തും. അതെ അതെ അതെ, രണ്ടും ഒരിടത്തെത്തും. Mindfulness, ഏത് റൂട്ട് കൂടെ പോയാലും മൈൻഡ്ഫുൾനെസ് അത് മാത്രമേ ഉള്ളൂ സാർ. അവെയർ, അറ്റൻഡ് ആൻഡ് moment to moment experience without any prejudgment, with compassion, let go. കഴിഞ്ഞു. Let go. നമ്മുടെ അനുഭവങ്ങള് നമ്മളെ ബിവെയർ ആവുക. അതെ അതെ അതെ, ട്രൂ. ഈ അവയർനെസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ് മാം. അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3, 2, 5 എന്ന് പറയുന്നതിന് ഒരു പ്രൈമറി സെക്ഷനിലുള്ള പിള്ളേർ 3, 1, 4, 3, 2, 5 ഇത്ര മാത്രമേ എടുക്കുള്ളൂ. ഒരു മാത്തമെറ്റിക്സ് BSc കഴിഞ്ഞ ആളുടെ അടുത്ത് 3, 2, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് എത്ര ഇൻഡീജേഴ്സ് ഉണ്ടെന്ന് വരെ അവർ കാൽക്കുലേറ്റ് ചെയ്യും. അതെ. അപ്പൊ അവയർനെസ് നമുക്ക് കൂടിക്കൊണ്ടേ വരുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കിന് പിന്നെയും റെഫ്രഷ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ബെറ്റർ അവയർനെസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്സ്. അപ്പോൾ അത്ര ബെറ്റർ വരുമ്പോൾ നമ്മുടെ അറ്റൻഷനും അതുപോലെ മാറും. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. താങ്ക് യു സർ. താങ്ക് യു സർ. ജോർജ് സാർ, ഷാകുമാരി മാം. യെസ് ജോർജ് സാർ. താങ്ക് യു സർ. ഇളങ്കോ സാറേ, വീണ്ടും ഒന്നുകൂടെ കാണാനും കേൾക്കാനും അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം. എന്നും വളരെ പുതുമകളോടുകൂടിയ സാറ് വരുന്നതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വിത്ത് സയന്റിഫിക് എവിഡൻസ്, അല്ലാതെ ഒന്നുമില്ല, സ്യൂഡോ സയൻസ് ഒന്നും പറയാനില്ല. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. ഞാൻ പറയുന്ന ആധികാരികമാണ്, സമഗ്രമാണ്, ശാസ്ത്രീയമാണ്. അത് എത്ര വളരെ വളരെ ശ്രദ്ധിച്ചത് പറയുന്നത് തന്നെ. അത് അത് വളരെ എഫക്റ്റീവാണ് സാർ, യാതൊരു സംശയമില്ല. അതുപോലെ എനിക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്, മൾട്ടി ടാസ്കിങ് നമുക്ക് അത്ര ഗുണകരമായിരിക്കില്ല. ഒരേ സമയം ഒരാളോട് വർത്തമാനം പറയുക, വേറൊരാളെ ശ്രദ്ധിക്കുക, വേറൊരാൾ പറയണ കേട്ടോണ്ടിരിക്കുക, ഇതൊക്കെ ഒരുപക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ കഴിവ് പ്രകൃതി കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് കഴിയുമായിരിക്കും. പക്ഷെ എങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാണ് കൂടുതൽ മനസുഖത്തിന് നല്ലത്. അതുപോലെ അതിൽ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് തോട്ട്സ് ലെവൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഈ സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ കുറച്ചെങ്കിലും ലഘൂകരിക്കാനും പറ്റും. അത് ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാർ. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് സർ. ഓക്കെ, ഇനി ആരാ? ജോർജ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? ഉഷാകുമാരി മാം. അച്ഛൻ പറയുന്നുണ്ടോ? ജോർജ് അച്ഛൻ പറയുന്നുണ്ടോ? കേൾക്കാം, പറയും. പറയാമോ സാർ? ഗുഡ് ഈവനിങ് ഓൾ. ഇളങ്കോ സാറിന്റെ ക്ലാസ് ഫസ്റ്റ് ടൈമാണ് ഞാനും അറ്റൻഡ് ചെയ്യുന്നത്. സാർ പ്യുവർലി ഒരു സയന്റിഫിക് രീതിയിലാണ് ക്ലാസ് എടുത്തത്. എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊരു PG സൈക്കോളജി ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കോഗ്നീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്യുവർലി ബ്രെയിൻ സയൻസിനെ കുറിച്ച് സാറ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ കൂടി സാറ് കുറേ കാര്യങ്ങൾ അതേക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കി തന്നു. അത് മൈൻഡ്ഫുൾനെസ്സിന്റെ സ്റ്റാർട്ടിങ് മുതൽ ജോൺ കപ്പാർട്സൺ എന്ന ഒരു 1976 സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് കോഗ്നിഷൻ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സിലേക്ക് റിലേറ്റ് ചെയ്യുന്നത്, അത് MSc എടുക്കുന്ന ഇതിൽ എങ്ങനെയാണ് തിങ്കിങ്, അറ്റൻഷൻ, അതുപോലെ ലാംഗ്വേജ്, ലേണിംഗ്, മെമ്മറി, പെർസെപ്ഷൻ, അതിലൊക്കെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ സാർ വളരെ ഒരു സയന്റിഫിക് എവിഡൻസോട് കൂടി തന്നെ പറഞ്ഞു തന്നു. പിന്നെ അറ്റൻഷൻ ഓഫ് സംതിങ്, എന്താണ് പേയിങ് അറ്റൻഷൻ ടു സംതിങ് ഇൻ ദ എൻവയൺമെന്റ്, ലേണിംഗ് സംതിങ് ന്യൂ. ഇത് പ്യൂർലി ലേണിംഗ് സംതിങ് ന്യൂ തന്നെയായിരുന്നു സാറേ. നമുക്ക് ഇത് ഇതുവരെയും അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകളിലേക്കൊക്കെ വെച്ചിട്ട് ഒരു ന്യൂ ലേണിംഗ് തന്നെയായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ പ്രോസസ്സിങ് ലാംഗ്വേജ്, സെൻസിങ് ആൻഡ് പെർസീവിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാറ് പറഞ്ഞത് നോൺ ജഡ്ജ്മെന്റിലായിരിക്കണം. അതുപോലെ തന്നെ പ്രീ ജഡ്ജ്മെന്റ് ഇല്ലാതെ തന്നെ ആയിരിക്കണം നമുക്ക് നമ്മുടെ പെർസെപ്ഷൻസ്
പ്രോസസ്സ് നടക്കേണ്ടതെന്ന് പറഞ്ഞു. സെലക്റ്റീവ് അറ്റൻഷനെ കുറിച്ച് സാറ് ഒരു വീഡിയോ സഹിതം അത് കാണിച്ചു തന്നു. സെലക്റ്റീവ് അറ്റൻഷൻ ഒരു is the ability to focus on a specific task, അല്ലേ സാറേ, or distracting or ignoring distracting or irrelevant informations. അപ്പം അതിലൂടെ നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാം, അത് എങ്ങനെയാണ് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ സാറ് പറഞ്ഞു. ടിപ്സ് പറഞ്ഞു തന്നു. ഇംപ്രൂവിങ് കോഗ്നിറ്റീവ് സ്കിൽസ് എങ്ങനെയാണ് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ക്രിട്ടിക്കൽ തിങ്കിങ്, അതിനെക്കുറിച്ചൊക്കെ സാറ് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഒരു ട്രഡീഷണൽ ബിലീഫ്സ് ആയിരിക്കും നമ്മുടെയൊക്കെ തോട്ട്സിന്റെ ഒരു ബേസിക് ആയിട്ട് വരുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു അതിൽ മാറ്റം വരുത്താൻ സാധിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ പറ്റി. ഏറ്റവും കൂടുതൽ നമുക്ക് ബോഡി സ്കാൻ മെഡിറ്റേഷൻ വളരെ എഫക്റ്റീവായിരുന്നു. അത് ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോഡിയുടെ ഒരു സ്കാനിങ്, അതുപോലെ നമ്മുടെ ഇമോഷൻസ്, തോട്ട്സ്, അതുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എൻവയോൺമെന്റ്, അങ്ങനെ ആയിട്ടുള്ള ഒരു സെൽഫ് അക്സെപ്റ്റ് സെൽഫ് ആൻഡ് അതേഴ്സ്. തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത് സർ. ഒരുപാട് താങ്ക്സ് ഇളങ്കോ സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് മാം. സുഹാനി എന്തെങ്കിലും പറയുന്നു? അതുപോലെ തന്നെ ജോർജ് അച്ഛൻ. സുഹാനി. ഹലോ സർ. സാർ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ള ചോദിച്ചോട്ടെ? എനിക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇടണം, കൺസ്ട്രക്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലാണ് ജീവിക്കുന്നതെങ്കിൽ വി ഹാവ് ടു ഫേസ് പല വിധ പേഴ്സണാലിറ്റി പ്രശ്നങ്ങളുള്ള ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ട വരും. മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും, വളരെ മാക്യുവലിനിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, നാർസിസിസ്റ്റുകൾ ഉണ്ടാവും, ഡാർക്ക് എംപാത്സ് ഉണ്ടാവും, ചിലർ അവോയ്ഡന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം ഇവരെ ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു തെറപ്പി അറ്റൻഡ് ചെയ്തപ്പം എന്നോട് തെറപ്പിസ്റ്റ് പറഞ്ഞാണ്, കാരണം ഞാൻ ഈയിടെയായിട്ട് എനിക്ക് ഫർഗെറ്റ്ഫുൾനെസ് ഉണ്ട്. അതായത് ഐ എം ഇൻ മൈ 30s, പക്ഷെ എനിക്ക് പല കാര്യങ്ങളും പേരുകളൊക്കെ പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല. സാർ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടത് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പം എന്നോട് തെറാപ്പിസ്റ്റ് പറഞ്ഞത്, യൂഷ്വലി അമംഗ് അബ്യൂസ് സർവൈവേഴ്സ് അവരുടെ അമിഗ്ഡല എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് എൻലാർജ്ഡ് ആവുകയും ഈ ഹിപ്പോ ക്യാമ്പസ് ചുരുങ്ങിപ്പോയിട്ട് ഒരു ബ്രെയിൻ ഡാമേജ് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഇറ്റ് ക്യാൻ ബി ഹീൽഡ്. അപ്പൊ അത് കോഗ്നിഷനെ എഫക്ട് ചെയ്യില്ലേ സർ? വെരി ഗുഡ്. നല്ലൊരു ചോദ്യം, ലോങ്സ്റ്റ് ചോദ്യമാണ് ഇത്. ഒരു മീൻസ് മാഡത്തിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞതിൽ ചില ഫാക്ടേഴ്സ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ദർ ആർ ഇന്യൂമറസ് ഫാക്ടേഴ്സ് വിച്ച് ആർ എൻവയോൺമെന്റൽ. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് റൈറ്റ്ലി പറയാൻ പറ്റുള്ളൂ. മാഡം ഒന്ന് പറഞ്ഞത് നോൺ അഡ്ജസ്റ്റബിൾ എൻവയോൺമെന്റിലാണ് മാഡം ജീവിക്കുന്നതെന്ന് പറഞ്ഞത്. where narcissist people are there, where rowdies are there, where somebody aggrieved people are there, aggressive people are there. എല്ലാരും, whether Suhani ma'am or Ilango, everybody are staying in that such a world only. എന്റെയും അടുത്ത ഒരു ഇതില് എന്താ മൊട്ടമൂട് ഷാജി, ഗുണ്ടുക്കാട് ദീപക് എന്ന് പറഞ്ഞ കുറേ പേര് ഞങ്ങളുടെ ഏരിയയിലും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. എല്ലാവരും മീൻസ് എവറിബഡി ആർ ഗുഡ് ടു യു എന്ന് മാത്രം വിചാരിച്ചാൽ ദേ ആർ ഗോയിങ് ടു ബി വെരി ഗുഡ്. എനിക്ക് നന്നായിട്ട് അറിയാം, വലിയ വലിയ ഗുണ്ടാസ് ഒന്നോ രണ്ടോ
ഇതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീനെ അവരുടെ ശിങ്കടികളെ വിട്ട് ഇവരെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വാ, നമ്മൾ ഇവിടൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ പേര് ചീത്തയാവും, വല്ലവനും വല്ലതും ചെയ്താലെന്ന് ഒരുത്തൻ പറഞ്ഞത് വരെ എനിക്കറിയാം. എന്നറിയാം ആ ശിങ്കടിയുടെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരനാണ്. അവൻ തിരിച്ചു വന്ന് ഇങ്ങനെ പറഞ്ഞു, മാസ്റ്റർ ഇങ്ങനെയാണ് ഇന്ന് പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. വി വർ ഗോയിങ് സംവെയർ എൽസ് ബട്ട് ഓൺ ഹിസ് ഇൻസ്ട്രക്ഷൻ ഐ ഹാവ് ടു ഡു ദിസ് എന്ന്. അപ്പോൾ ഇതിനകത്ത് അർത്ഥം എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും ആ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ സമയം കൊണ്ട് മാത്രമാണ് ഓരോരോ ബിഹേവിയർ അവരുടെ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ആക്ഷൻ, ഇഫ് യു ഫീൽ റിയലി അക്സെപ്റ്റ് ദ അതർ ജെന്റിൽമാൻ, അവൻ റൗഡി ആയിരുന്നാലും ഇഫ് യു കോൾ ഹിം എസ് ബ്രദർ, ഹി ഈസ് ഇൻ ടേൺ ഗോയിങ് ടു കോൾ യു എസ് സിസ്റ്റർ. ഇങ്ങനത്തെ ഒരു രീതി മാത്രം നമ്മൾ ചിന്തിച്ചിരുന്നാൽ നമുക്ക്, അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് പല സമയങ്ങളിലും നമ്മളെ പറഞ്ഞു തരുന്നത് ഡോണ്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ്. ഇന്നലെ അവൻ ഒരുത്തനെ വെട്ടിയാണെങ്കിൽ അത് ബിക്കോസ് ഓഫ് സംതിങ് എൽസ്. ഇന്ന് ബട്ട് ഹി വിൽ ബി ഹഗിങ് സംബഡി എൽസ്. അങ്ങനത്തെ ഒരു ആക്ഷനിലോട്ട് വരുന്നതാണ് മൈൻഡ്ഫുൾനെസ് തിങ്കിങ്. മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഞാൻ പറഞ്ഞത് ലീവ് മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ് without prejudgment and have compassion. By chance, if you are not able to accept it, let it go. നമുക്ക് മാഡം, യു ഗിവ് മി എ കോൾ, ഞാൻ അത് പ്രത്യേകിച്ച് കൂടുതൽ പറയാം മാഡം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഗിരീഷ് സാർ, നമ്പർ ചെയ്യാൻ ജസ്റ്റ് നമസ്കാരം സർ. ഞാൻ ഒരു 5 മിനിറ്റ് സാർ, ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്തിട്ട് വരാം സർ. ഓക്കെ സർ. ഓക്കെ, ഓമന ടീച്ചർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. താങ്ക് യു സർ. ഇളങ്കോ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് കുറെ നാളായി. പിന്നെ തമിഴ് കലർന്ന മലയാളം കേൾക്കാൻ നല്ല ഭംഗിയാണ്. എനിക്ക് സാറ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ആ കൺട്രി എന്നുള്ള വാക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കസിൻ്റെ കുട്ടികൾ വളരെ ആരോഗ്യക്കുറവായതുകൊണ്ട് ആണ്. അപ്പൊ എനിക്കൊരു ഫീല് തോന്നിയിട്ട് ഞാൻ കുറച്ച് നാടൻ മുട്ട അവർക്ക് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത കൂട്ടത്തിൽ കുറച്ച് നാടൻ മുട്ട കൊണ്ടു കൊടുത്തു. ഇത് പിള്ളേർക്ക് തന്നെ കൊടുക്കണം, നല്ലതാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നു. ആ കുട്ടികൾ അത് കഴിച്ചില്ല. അവരെന്നോട് പറഞ്ഞു പിള്ളേർക്ക് കൺട്രി മുട്ട, കൺട്രി എഗ്ഗ് അവർ കഴിക്കൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറ് കൺട്രി എന്ന് പറയുമ്പോൾ തന്നെ കൺട്രിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. പിന്നെ കൺട്രി എഗ്ഗ് അവർ കഴിക്കൂല, ഇനി ഇങ്ങനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ന് പറഞ്ഞ പോലെ അത്രയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, ആ മെഡിറ്റേഷൻ മാത്രം എനിക്ക് ഒരു മെഡിറ്റേഷനും എനിക്കങ്ങ് പഴകുന്നില്ല. എൻ്റെ കയ്യിലിരിപ്പുകൊണ്ടായിരിക്കും. മെഡിറ്റേഷൻ ഒന്ന് നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ സാറിന്റെ വിജ്ഞാനപ്രദമായ ക്ലാസ് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നത് നല്ലൊരു സന്തോഷമാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. സാറിന് പോകാൻ ധൃതിയായി എന്നറിയാം. സോ താങ്ക് യു. സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, ഈ പ്രീ ജഡ്ജ്മെന്റ് ലാഭം എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഏതാ മാം? പ്രീ ജഡ്ജ്മെന്റ് ലാഭം എന്ന് പറഞ്ഞാല് ഇസ് ഇറ്റ് പോസിബിൾ? പ്രീ ജഡ്ജ്മെന്റ് ആകരുതെന്നല്ലേ? പോസിബിൾ ആണെന്ന് പറഞ്ഞാല് നമ്മൾ പണ്ട് ഒരു ചൊല്ല് പറയും, എരുമയുടെ മുകളിൽ മഴ പെയ്യുന്നത് പോലാന്ന്. കേട്ടിട്ടുണ്ടോ? കറക്റ്റ് ഫ്രൈസസ് എന്താണ് സാബു സാർ? ചേമ്പലയിൽ വെള്ളം ഒഴിക്കാന്ന് പറയും. അല്ല, ചേമ്പലയില് വെള്ളം ഒഴിക്കുക അതല്ല. ഈ ഹിന്ദിയില് മോട്ടാ ചമ്മട എന്ന് പറയും. തൊലി കട്ടിയുള്ളവനാണെന്നും. അവനെ എത്ര ചീത്ത വിളിച്ചാലും അവൻ ഒന്നും അതിനകത്ത് വഴങ്ങുകയില്ല. ഹി വിൽ നോട്ട് ഗെറ്റ് ഇമ്പാക്റ്റഡ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയും. ഇതാണ് ആക്ച്വലി വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നോട്ട് ഗെറ്റിംഗ് ബൗണ്ട് ബൈ ദ പർട്ടിക്കുലർ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. എങ്ങനെയുണ്ട് മാം? ഈ പണ്ട് പലരും ഇങ്ങനൊക്കെ പറഞ്ഞു. ഷീല മാം, എന്റെ നമ്പർ നോട്ട് ചെയ്തോളുക. എനിക്ക് മിസ്ഡ് കോൾ തന്നാൽ മതി, ഞാൻ പിന്നെ നോട്ട് ചെയ്യാം. ഇപ്പൊ 2 കോൾ ഇനി അടുത്ത് ഒരു ആൾറെഡി വേറൊരു ഗ്രൂപ്പ് ഓൺലൈനിൽ ഇരിക്കുകയാണ്. റൈറ്റ് സാർ. അല്ല, ഷീല മാം നമ്പർ ചോദിച്ചു 9447140045. സാബു സാർ പറഞ്ഞു തരും. ഞാനപ്പോ ഇറങ്ങട്ടെ സാർ ഒന്ന്.
ഷുവർ സർ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് അലോട്ട് എവറിബഡി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ യു മേ ഗിവ് മി കോൾ. എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കോഗ്നിഷനിൽ പെർസെപ്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഐ പെർസീവ് ലൈക്ക് ദിസ്. I cannot 100% impose you also to have same perception what I have it. അതൊരു നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടേ. സാറിന്റെ ഹൃദയം കൊണ്ടാണ് സാർ ക്ലാസ് എടുത്തത്, അതാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയത്. എന്താണ് മാഡം, എന്താണ്? ഹൃദയം കൊണ്ടാണ് സാർ ക്ലാസ് എടുത്തത്. അല്ല, ഞാൻ ക്ലാസ് എടുക്കുമ്പോ I become aware that I am taking class. I attend to that. അത് മാത്രമല്ല മൊമെന്റ് എക്സ്പീരിയൻസ് ആണ്. സാബു സാറിന്റെ അടുത്ത് ചോദിക്കുക, എന്റെ ഒരു എക്സാമ്പിളും സെക്കൻഡ് ടൈം റിപ്പീറ്റ് വരാറില്ല. അന്നത്തെ റിപ്പീറ്റേഷൻ ആയിരിക്കും. അതും ഡെയിലി നല്ലോണം പത്രം വായിക്കാറുണ്ട്, നല്ലോണം. അതെ, കണ്ടംപററി എക്സാമ്പിൾസ് ആയിരിക്കും എന്റെ എക്സാമ്പിൾ. പക്ഷേ ഡെയിലി ഉള്ള ഒന്നും കിട്ടിയില്ല കേട്ടോ. അല്ല, ഇന്ന് കൂടുതൽ പോകാത്തതാണ് സാർ. ഞാൻ ആക്ച്വലി ഒരു എക്സാമ്പിൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. വഞ്ചൂരിലെ റോഡ് ക്രോസ് ചെയ്ത് മീറ്റിംഗ് നടത്തിയപ്പോൾ ഹൈക്കോർട്ട് ഇന്ന് കൊടുത്ത സാക്ഷനെ അതൊക്കെ അതൊന്നും അതൊന്നും ഇമ്പോർട്ടൻസ് അല്ലല്ലോ. നമ്മുടെ ഏരിയ ഈസ് ഓൺലി കോഗ്നിഷൻ, മൈൻഡ്ഫുൾനെസ്. അല്ല, എനിക്ക് മൈൻഡിൽ വന്നത് പറയാണ്. ഓക്കെ സാർ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സാർ. സാർ നമ്പർ കൊടുത്തോളൂ. മാം, യു മേ കോൾ മീ. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എടുത്തോളൂ. അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ തരാം. ഓക്കെ, സീ യു, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ.